ഹലോ ഗൈസ്, ഹായ്. ഇന്ന് ബിഗ് ബോസ് റിവ്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്കൊന്ന് പറയാനുണ്ട്. ബിക്കോസ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യവും പിന്നെ ചിലരുടെ ഈ പ്രൊഫഷണൽ ജലസി കൊണ്ടുള്ള സംസാരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ആ പ്രൊഫഷണൽ ജലസിക്കെതിരെയും മീൻസ് അവർക്ക് പറയാനുള്ളൊരു എക്സ്പ്ലനേഷൻ, ഇതൊരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. കോമൺ സെൻസ് ഉള്ളവർ, ബോധമുള്ളവർ, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതിനപ്പുറം പിന്നെ ഈ ഒരു എക്സ്പ്ലനേഷനും കൊണ്ട് മനസ്സിലാകാത്ത ഒരു വ്യക്തി ബ്ലൈൻഡ് ആണ്. അയാളോട് നമുക്കൊന്നും പറയാനാകത്തില്ല. അതാണ് ഒരു ഫാക്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ കാണുന്നുണ്ട്. ഒരു എന്താ പറയണ, നമുക്ക് എഗൻസ്റ്റ് നമ്മളുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരെ ആ ടൈം കൊണ്ട് തന്നെ അടിക്കുക ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നമുക്ക് ആദ്യം തുടങ്ങാനും ശേഷം നമുക്ക് പിന്നെ ബിഗ് ബോസിലേക്ക് വരാം, ബിഗ് ബോസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ജാസ്മിൻ അഗൻസ്റ്റ് ആണ് എന്നാണ് പലരും കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇരുന്നുണ്ട് ഹൈ പവർ ടാക്സ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ശരിക്കിരുന്ന് കാണാത്തവരാണ് ഞാൻ ജാസ്മിനെതിരെ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ മെനക്കെട്ടിരുന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ മറ്റു കണ്ടസ്റ്റന്റിനെ പറ്റിയും കൃത്യമായി അവലോകനം ചെയ്ത് പറയുന്നുണ്ട്. അത് കാണത്തില്ല. കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഈ പ്രസ്തുത വ്യക്തി. ഈ പഴയകാല വസന്തം, മറ്റേ വസന്തം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അമ്മയെ പോലും ആ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അമ്മയ്ക്കൊക്കെ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കും. ആ റെസ്പെക്റ്റ് ഇല്ലാത്തവരാണ് അത്തരം ഏജ് വിഭാഗത്തിലുള്ളവർ ആ വെറും വൾഗർ രീതിയിൽ പറയണത്. ഇന്ന് എൻ്റെ അമ്മ ഭയങ്കര ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് പുരോഗമനവാദമൊന്നും കൊണ്ടുവരാതിരുന്ന ഒരാളായിട്ടുള്ളൂ. അങ്ങനെയുള്ള അമ്മമാരുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പം ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ ശാന്തകുമാരി ടീച്ചറാണ് ഞങ്ങളെക്കാളൊക്കെ ഫോർവേഡായി ചിന്തിക്കുന്നത്. ചില സമയത്തൊക്കെ ഞങ്ങൾ കുശുമ്പും കുഞ്ഞായ്മയും പറയുമ്പോഴും ടീച്ചറാണ് അത് കണ്ണിച്ചിട്ട് അവരുടെ പുരോഗമനവാദം എക്സ്ട്രീം ലെവലേ വേറെയാണ്. അപ്പോൾ ആ ഒരു ടേം തന്നെ നീ ആളുകളെ കൺസിഡർ ചെയ്ത് അല്ല മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട്. ഞാൻ ഇത്രയും കാലം എൻ്റെ മോനും ചോദിച്ചു, മമ്മി ഇയാളോ എന്ന്. അതിശയേറുന്നവന് നന്നായി കാര്യങ്ങൾ പറയുന്ന ഒരാളായിരുന്നല്ലോ, ഹൗ കംസ് ഹി ഈസ് സേയിങ് ദാറ്റ് എന്ന്. അതായത് നീ ഒരു മാർക്ക് പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ട്, സേ ഐ ആം ലൈക്ക് ദാറ്റ്, ഐ ആം ദാറ്റ്, ഐ ആം ദിസ് എന്ന്. നീ അതല്ല എന്ന് തെളിയിക്കാൻ ഈ ഒരു പോയിന്റ് മാത്രം മതി. ഈ ഒരൊറ്റ സാധനത്തിൽ നീ നേരെ താഴേക്ക് വന്നു എന്നുള്ളതിന്റെ തെളിവാണത്. ഞാൻ നിന്നെ ഇതുവരെ നോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. ബിക്കോസ് ആ പറയണതൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആയിരുന്നു. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഇതായിട്ട് പറയുന്നത്. ചെയ്യുന്ന ജോലി എന്താണെന്ന് ആദ്യം ഒരു തിരിച്ചറിവ് വരണം. എനിക്ക് 45 വയസ്സുണ്ട്. ഈ ഒരു ഏജിലും ഞാൻ സുഖമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഓൺലൈനിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക. അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റുന്ന ഒരു സ്റ്റേജ് ഇപ്പോഴില്ല, എന്നിട്ട് പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇതാണ് എനിക്കറിയാവുന്ന ഒരു മേഖല, ഇത് തന്നെ ഞാനിത് ചെയ്യുന്നു. പക്ഷെ നാളിതുവരെ ഇതല്ല ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒരു തൊഴിലുണ്ടായിരുന്നപ്പോൾ പോലും റൈറ്റപ്പുകളിൽ കൂടെ ഒരു എമൗണ്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ ഒരു പാർട്ട് ടൈം ജോബ് മാത്രമായിട്ടാണ് വെച്ചിരുന്നത്. എന്താണ് മാധ്യമധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധ്യമം എന്ന് പറയുന്നത്, അതായത് മാധ്യമ പ്രവർത്തകർ പ്രാദേശിക തലങ്ങളിലുള്ള റിപ്പോർട്ടേഴ്സിനെ അവോയ്ഡ് ചെയ്താൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വിഷയം നടക്കുന്നു, അവിടെ പോയി എന്താണ് അപ്പുറവും ഇപ്പുറവും കേട്ട് കൃത്യമായി നമ്മളിലേക്ക് ഈ ന്യൂസ് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി. വളരെ ക്രൂഷ്യലായ, വളരെ സീരിയസ് ആയ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദിലീപ് ഒരു സിനിമ ചെയ്തിരുന്ന അതിനകത്ത് കൃത്യമായിട്ടൊരു മാധ്യമ പ്രവർത്തകൻ എന്താണെന്നും ആ പ്രവർത്തനം എന്താണെന്നും കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അതാണ് മാധ്യമ പ്രവർത്തനം. അവൻ പറഞ്ഞത്, ഇവൻ പറഞ്ഞത്, അവിടെ ഇട്ടത്, ഇവിടെ ഇട്ടത് എല്ലാം കൂടെ എടുത്തു വെച്ച് ഛർദ്ദിച്ചിട്ട് ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നതിനെ ഇൻഫ്ലുവൻസിങ് എന്ന് പറയത്തില്ല. പിന്നെ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞത്, ഞാനൊരു ഫെയിമിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. എന്നെ ഒരു ചാനലുകാരും വിളിക്കരുത് എന്ന് ഞാൻ ആദ്യം തന്നെ നിർദ്ദേശിക്കുന്നതാണ്. ആദ്യത്തെ ഒരു സ്പീഡപ്പിൽ എന്നെ പലരും വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ വരത്തില്ല, എനിക്ക് താല്പര്യമില്ല. ഇനി എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അത്രയും ക്രിട്ടിക്കലായ ഒരു സീരിയസ് മാറ്റർ ഉണ്ടെങ്കിൽ പോയാലും പോകുമെന്നതിനപ്പുറം ഒരിക്കലും ഞാൻ ഇത് ഫെയിമിന് വേണ്ടി ചെയ്യുന്നതല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ നീ അത് അർഹിക്കുന്നു, നീ അത് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ഇപ്പൊ എല്ലാ തലതൊട്ടപ്പന്മാരെ തട്ടി നിൽക്കുന്നുണ്ട്. ഇനി എന്നെയും കൂടെ ഒന്ന് തട്ടി എനിക്ക് സുഖിക്കൂന്ന് തോന്നുള്ള നിന്റെ പ്രൊഫഷണൽ ജലസി മാത്രമാണ് കാര്യങ്ങൾ പഠിക്കാതെയുള്ള നിന്റെ ഈ വർത്തമാനം. ഞാൻ തെറി വിളിക്കും, അല്ല എന്നെവിടെയും പറഞ്ഞില്ല. എന്നെ തെറി വിളിച്ചാൽ ഞാൻ തെറി തന്നെ വിളിക്കും. അത് എൻ്റെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അത് എല്ലാ പെണ്ണുങ്ങളും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആണ് വിളിക്കുമ്പോൾ അത് ഭയങ്കര പ്രിവിലേജും, പെണ്ണ് വിളിക്കുമ്പോൾ അത് തെറി എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണം. നിന്റെ തള്ളക്ക് പറഞ്ഞതാണെന്ന് ശരിക്കൊന്ന് ആലോചിച്ചു. എൻ്റെ പച്ച അവരാതാണ് എനിക്ക് നിന്നെ പറ്റി വായിൽ വരുന്നത്. ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം.
എൻ്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് എൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പർ ഉൾപ്പെടെ എൻ്റെ ശത്രുക്കൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ ഫോൺ ഞാൻ നിനക്ക് തരാം. ഒരു വൾഗർ മെസ്സേജ് അതിനകത്ത് വരത്തില്ല. എന്തുകൊണ്ട് വരില്ല? എൻ്റെ റിയാക്ഷൻ അതായിരിക്കും. നിന്റെ അമ്മയുടെയോ നിന്റെ പെങ്ങളുടെയോ നിന്റെ ഭാര്യയുടെയോ നിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന് ആ ഗഡ്സ് ഉണ്ടോ? പോട്ടടാ, നിനക്ക് ആ ഗഡ്സ് ഉണ്ടോ? നിന്റെ നമ്പർ ഒന്ന് പബ്ലിക്കിൽ ഇടാൻ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് നിനക്ക് തന്നിട്ടുണ്ടാവുമായിരുന്നു. നല്ല ഉണത്തിയായിട്ട്, മനസ്സിലായോ? നല്ല ഉണത്തിയായിട്ട് നിനക്ക് ഞാൻ വിളിച്ചു തരുമായിരുന്നു. ചെറ്റത്തരം പോക്കൃത്തരം നീ ചെകുത്താൻ്റെ അടുത്ത് കാണിച്ചാണെങ്കിൽ ഷെബീന അടുത്ത് കാണിക്കരുത്. ഇത് വേറെ ലെവലാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടികളായതുകൊണ്ട് ഞാൻ മൈൽഡായി നിൽക്കുന്നതാണ്. പെൺപിള്ളേരോട് ഒരു മൈൽഡായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിണ്ടാൻ നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഏത് നീർക്കോലിയും തലപൊക്കിക്കൊണ്ട് ഷെബീനയുടെ നേരെ വരാന്നല്ല. അത് നടക്കണ കേസുമല്ല. മനസ്സിലായ? ചെവള ഞാൻ കുത്തിക്കീറൂന്ന് മാത്രമല്ല, വീട്ടിൽ കയറി തല്യം ചെയ്യുന്ന അക്കാളി മോനെ. വിഷയം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ജാസ്മിന്റെ വിഷയം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണേ. പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ജാസ്മിന്റെ വിഷയം എന്താണെന്ന് പറയാം. അസ്ലാം മാളി കുറെ അധികം ഡാൻസ് ഇവിടെ കിടന്ന് കാണിച്ചു. ജുംജുക്ക അഞ്ചുംജുക്ക അഞ്ചുംജുക്ക. ഇതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, പറയാം മർഷിദ, അതിലേക്ക് വരാം. ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ അതിന്റെ ഷോർട്സിലാണ് കൂടുതൽ അതിനെ കളിയാക്കിയത്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഒരമ്മ മകളോട് എന്ത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ആന്റി മകളോട് എന്ത് പറഞ്ഞു കൊടുക്കണം, ആ രീതിയിൽ തന്നെ ഞാൻ അതിന്റെ അടുത്ത് കൃത്യമായി ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. ആ കൊച്ചു അത് കണ്ടില്ല. പകരം ഞാൻ ഇട്ട റീൽസ് മാത്രം കണ്ടിട്ട് എന്നെ പറ്റി ദുഷ്പ്രചരണം നടത്തി. അതൊരു പെൺകുട്ടി ചെയ്തു എന്നുള്ളതാണ് എന്റെ ദേഷ്യം. എന്നെ പറ്റി ദുഷ്പ്രചരണം ഒരു തെളിവുമില്ലാതെ, പിന്നെ സവാദടിയെ ന്യായീകരിക്കുന്ന ഒരുത്തൻ ഒരു മുറിയേണ്ടി ഇരുന്നുകൊണ്ട് എന്നെ പറ്റി ദുഷ്പ്രചരണമാണ്, ഒരു തെളിവുമില്ലാത്ത സാധനമാണ് ഇത് പറഞ്ഞത്. വണ്ടി ഓടിക്കുന്നവർക്ക് ആക്സിഡന്റ് ഉണ്ടാവും, അതുകൊണ്ട് ഞാനൊരു കൊലപാതകിയാണെന്നുള്ള ടേമിൽ എല്ലാവരോടും മിസ്ലീഡ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇന്ന് എൻ്റെ ശത്രുക്കൾക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരിന്ന് സംസാരിക്കുന്നത്. വിദേശത്തിരുന്നുകൊണ്ട് കുരയ്ക്കുന്ന ഒരു പേപ്പട്ടിയെ അനുകൂലിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ ചെറുക്കൻ ഇത് ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടി അതെടുത്തപ്പോൾ അവളോട് ഞാൻ തിരിച്ച് തെറിയല്ല വിളിച്ചത്. ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. നിന്റെ ഉമ്മ വർഷങ്ങളായി ദുബായിൽ നിൽക്കുന്നു, ഞാൻ 22 വർഷം ദുബായിൽ നിന്നു, ഞാൻ പിഴച്ചാണ് ജീവിച്ചതെങ്കിൽ നിന്റെ ഉമ്മായും അതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നോകുമോ? ചോദ്യം. എടാ ചെവി തുറന്ന് കേക്കടാ, ചെവി തുറന്ന് കേക്ക്. നിന്റെ ഉമ്മ വർഷങ്ങളായി ദുബായിൽ നിൽക്കുന്നു, അവൾ അവിടെ വ്യഭിചരിച്ചാണ് ജീവിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും അതാണ് ചെയ്യുന്നത്. കാരണം ഞാൻ 22 വർഷത്തെ പ്രവാസിയാണ്. ഒരു സ്ത്രീയെ ഇകഴ്ത്താൻ അവരുടെ സാധനത്തിൽ എത്ര പേര് കയറ്റിയിട്ടുണ്ട് എന്ന് പറയണ നിന്റെയൊക്കെ ആ തേർഡ് റേറ്റ് പുരോഗമനവാദം ഉണ്ടല്ലോ, അതെനിക്കില്ല. എന്റെ പുരോഗമനവാദി അത് പെടത്തില്ല. ഒരാളുടെ സെക്ഷൽ നീഡിനെ എടുത്തു വെച്ചല്ല പുരോഗമനവാദം എന്ന് പറയുന്നത്. മനസ്സിലായ? നീ പുരോഗമനവാദിയാണെന്ന് അഭിനയിക്കുന്ന തേർഡ് റേറ്റ് ക്രിമിനൽ ആണെന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ തെളിവാണ്. ഈ വിഷയത്തിൽ അസ്ലാം മാളി എനിക്കെതിരെ വീഡിയോ ചെയ്തതിനെ ഞാൻ അങ്ങനെയാണ് കണ്ണിച്ചത്. ഒരു വേർഡ് ആ പെണ്ണിനെ തെറി വിളിച്ചത് കാണിച്ചു തരാമോ? ആ ഒരു ഭാഗത്ത് തെറി എന്നല്ല, ഞാൻ ഒരു അക്ഷരം ഉപയോഗിച്ചിട്ട് ഞാൻ അവളെ അമ്മയാണ് ടാർഗറ്റ് ചെയ്തത്. കാരണം ഞാൻ ദുബായിലായിരുന്നെന്നും പെൺമാണിഫക്കാരിയാണെന്ന് പറയുന്ന ജംഷീറിന്റെ വീഡിയോ അസ്ലാം മാളി എടുത്ത് പബ്ലിഷ് ചെയ്യാണ്. അത്രയും വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലിൽ എന്നെ പറ്റി ഒരു മോശം, അവ അവിടെ ഇരുന്ന് കുറച്ചാൽ ഒരു പേപ്പട്ടിയും കാണാനില്ല, അവൻ വെറും ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവന്റെ ആ ഫ്രോഡോലന്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അസ്ലാം മാളി ചെയ്യുമ്പോൾ ഞാനത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണോടാ? എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. നിന്റെ വീട്ടിലെ തള്ളയെ പറ്റി ഇതുപോലെ പറഞ്ഞാ നീ മിണ്ടാതിരിക്കുമോടാ? അപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ മാനാഭിമാനത്തിന് പ്രശ്നമില്ലേ? അതെന്താ ഞാൻ റോഡിൽ നിൽക്കുവാണോ നിന്റെ അമ്മയെ പോലെ? ആണോടാ? ആ പെൺകൊച്ചിന്റെ കേസിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പം ആ പെൺകുട്ടി എന്നെ സ്വാഭാവികമായിട്ട് വിളിച്ചു. ഇതില് ഗെയിൻ നേടാൻ നിന്നതാണ് ജാസ്മിൻ. അസ്ലാം മാളിയെ തകർക്കുക, അസ്ലാം മാളിയെ തീർക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് നിന്ന വ്യക്തിയാണ് ജാസ്മിൻ. കേൾക്കുന്നുണ്ടോ നീ? അസ്ലാം മാളി എന്ന കുട്ടീനെ നിർത്തലാക്കാനും ഉപദ്രവിക്കാനും ഇല്ലാതാക്കാനുമായിട്ട് അവളുടെ സ്പേസിൽ കയറി അവളെ അടിച്ചിട്ട് മുന്നേറാൻ നിൽക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എനിക്കിട്ടുള്ള അടിയാണതെന്ന്. പക്ഷെ ഞാനപ്പോ എന്താ പറഞ്ഞ, നീ പറയുന്ന കണക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന കൺഫ്യൂഷൻ എനിക്ക് അവിടെ തീർന്നടാ. ദൈവം അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്റെ സത്യസന്ധത തെളിയാനുള്ള ഏക പോംവഴി ഈ നാറി മോളുടെ യഥാർത്ഥ മുഖം പബ്ലിക്കിൽ വലിച്ചു കീറുക എന്നുള്ള അതിനുള്ള മീഡിയം മാത്രമായിട്ടാണ് ഈ ബിഗ് ബോസ് വന്നിട്ടുള്ളത്. ഇതുവരെ മനസ്സിലായോ? അതോ ഇനി റിപ്പീറ്റ് ചെയ്യണോ? അസ്ലാം മാളിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നു, എനിക്കെതിരെ ജംഷീർ എന്ന പേപ്പട്ടിയുടെ സാധനം എടുത്ത് അവൾ ചെയ്യുന്നു, അതിനെതിരെ ഞാൻ അവളുടെ അമ്മയെ പറയുന്നു. കാരണം അവൾ അമ്മ ദുബായിലാണ്, ഞാനും ദുബായിലായിരുന്നു. പെൺവാണിഫ് അവൾ അമ്മ നടത്തുന്നുണ്ടെങ്കിൽ ഞാനും നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ടോക്ക്. ഇതിന്റെ ഇടയിൽ അസ്ല എന്നെ ഫോൺ വിളിക്കുന്നു, എന്നോട് പറയുന്നു താത്ത എന്നോട് ക്ഷമിക്കുക. അതൊരു ആന്റി എന്ന് വിളിച്ചിട്ട് ഒരാളുടെ ഏജ് അത് നീയും പറയുന്നുണ്ട്. നീ വയസ്സാവൂലേ? നിനക്ക് പ്രായമാവത്തില്ലേ? ഞാൻ എവിടെയും 18 വയസ്സുകാരി എന്ന് പറഞ്ഞിട്ടില്ലടാ.
എനിക്ക് 26 വയസ്സുള്ള മകനാണെന്ന് പറയുമ്പോൾ ഞാൻ 18 പെറ്റാലും എന്റെ വയസ്സ് എത്രയാണ്? ഞാൻ 18 വയസ്സിൽ പെറ്റാലും എന്റെ വയസ്സ് എത്രയാവുന്നു? 47 45ലേക്ക് നടന്നു നിൽക്കുന്നോളാണ് ഞാൻ. എനിക്ക് എന്റെ പ്രായം അറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങൾ കിളവി എന്ന് വിളിച്ചാലും ഞാൻ പറയുന്ന ആശയത്തിന് നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? ഞാൻ പ്രായമായവള് തന്നെ. അതിന് ആരെങ്കിലും സംശയം? പിന്നെ മനുഷ്യന്റെ മുഖത്തത് കാണുന്നില്ല, എന്റെ കുറ്റമാണോ? ഞാൻ എന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുകൊണ്ട് എന്റെ മുഖത്ത് ആ പ്രായം തോന്നില്ല, അതിന്റെ കുറ്റമൊന്നുമല്ല. എനിക്കിപ്പോ പ്രായമുണ്ട്, ഞാൻ മുതുക്കിയായാലും 90 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇരുന്ന് സംസാരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളിലേക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിലേക്കോ ഒക്കെ പകരട്ടെ എന്നുള്ള രീതിയാണ് എനിക്കുള്ളത്. അല്ലാതെ നിന്നെ പോലെ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ എത്ര രൂപ കയറിയെന്ന് നോക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇന്നത്തെ റവന്യൂ എത്രയെന്ന് ഇതുവരെ ഞാൻ നോക്കിയിട്ടുമില്ല, ഞാൻ നോക്കാറുമില്ല, താല്പര്യമില്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, 30 വയസ്സിലോ 20 വയസ്സിലോ ഇരുന്ന് തിന്നവളല്ല ഞാൻ. എന്റെ കുടുംബത്തിൽ അത്രത്തോളം സുരക്ഷിതത്വം, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിട്ട് പോലും ആ സുരക്ഷിതത്വത്തിനേക്കാൾ ഉപരി എന്റെ അഭിമാനത്തിന് വാല്യൂ ഉണ്ടെന്നും എന്റെ സ്വാതന്ത്ര്യത്തിന് വാല്യൂ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു നല്ല ജീവിതത്തിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത ലേഡിയാണ് ഞാൻ. എന്റെ സുരക്ഷിതത്വത്തിനേക്കാൾ ഉപരി എന്റെ അഭിമാനത്തിനാണ് വാല്യൂ എന്ന് കൽപ്പിച്ചവളാണ് ഞാൻ. അല്ലാതെ നീ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സർക്കിളിന്റെ അകത്ത് കയറി കുത്തിയിരുന്നിട്ട് വർത്തമാനം പറയുന്നവളല്ല ഞാൻ. ഞാൻ തൊടാത്ത ടോപ്പിക് ഇല്ല. നിനക്ക് ധൈര്യമുണ്ടോ ഞാൻ ചെയ്ത ഒരു ടോപ്പിക് എടുത്ത് ചെയ്യാൻ? ഞാൻ നിന്നെ വെല്ലുവിളിക്കണം. മാതാ അമൃതാനന്ദമയിക്കെതിരെ ഞാൻ നിരത്തിയ കാരണങ്ങൾ സഹിതം വെച്ച് നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇത്രയും നിൽക്കുന്ന ആ സ്ത്രീക്കെതിരെ നിനക്ക് പറയാൻ പറ്റുമോ? അവിടെ നിന്റെ പുരോഗമനവാദം നീ കാണിക്കണം. പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? ഈ ലോകരെല്ലാരും ഭയങ്കര അഭിമാനപൂർവ്വം കൊണ്ട് നടക്കുന്ന പിന്നെ മുത്തിനെ പറ്റി പറയുന്നുണ്ട്, നീ പറയുവോ? നിന്നെ കൊണ്ട് പറ്റുമോ? അയ്യപ്പന്റെ കാര്യം പറയുന്നുണ്ട്, പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റൂലടാ. അതെന്ത് വേണമെന്ന് അറിയാമോ? ഗഡ്സ് വേണം. ഗഡ്സിനേക്കാൾ ഉപരി എന്താ വേണ്ടെന്ന് അറിയാമോ? ഇതെന്റെ ഉപജീവനമല്ല, ഇതെന്റെ അഭിമാനത്തിന്റെ കേസാണ്. സ്വാഭിമാന ബോധമുള്ളവർക്ക് അത് പറയാൻ തോന്നും. വരുന്നത് മരണമാണെങ്കിലും ആക്രമണമാണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും അത് നമ്മൾ ഫേസ് ചെയ്യൂ എന്നുള്ള ധൈര്യമുള്ളവർക്ക് മാത്രമേ അത്തരം വിഷയങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എടുക്കുന്നവരാരും ഫെയിമിന് വേണ്ടി ചെയ്യുന്നവരല്ല. യുക്തിവാദികളെ പോയി നോക്ക്. വിരലിലെണ്ണാവുന്ന തുച്ഛമായ കുയുക്തിവാദികളുള്ള പല കുയുക്തിവാദത്തിനല്ല ഞാൻ പറയുന്നത്. യുക്തിവാദി എന്നൊരു തനി ഗ്രൂപ്പുണ്ട്, KYS. അതിനകത്തുള്ള ഓരോ മനുഷ്യന്റെയും FB പോസ്റ്റ് എടുത്ത് നോക്ക്. ജീവനം ഇഗ്നോർ ചെയ്തിട്ട് ജീവിതം കളഞ്ഞിട്ട് അവർ ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ശാസ്ത്രീയ ബോധം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഭരണഘടന ഏറ്റവും കൂടുതൽ അനുസരിച്ച് ജീവിക്കുന്ന യുക്തിവാദികളാണെന്ന് ഞാൻ പറയും. എന്റെ സഹവാസം അവർക്കൊപ്പമാണ്. അപ്പൊ എനിക്കും ഉണ്ടാവും ആ പ്രത്യേകത. എന്നിലും ഉണ്ടായിരുന്നു ഒരു മതവാദി, എന്നിലും ഉണ്ടായിരുന്നു തീവ്രവാദിയായ ഒരു മതവാദി. അതിനെ മാറ്റിയെടുത്തത് അവരുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അല്ല, ജനിച്ചോടനെ ഞാൻ ഇങ്ങനെ ആയതല്ല. എന്റെ അമ്മ പോലും ഇപ്പോഴും മക്കനെ ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീയാണ്. അവരിൽ നിന്ന് വ്യത്യസ്തയാകാൻ എനിക്ക് ഇവരുടെയൊക്കെ സഹവാസമാണ് എന്നെ കൊണ്ട് അത് എത്തിച്ചത്. നീ ഈ അഭിനയിക്കുന്നതുണ്ടല്ലോ, നിന്റെ അഭിനയം പൊതുജനം വിളിച്ചത്. ഇന്ന് ഞാൻ നിന്റെ പേര് പറയത്തില്ല, പക്ഷേ ഇനി നീ എന്റെ പേര് കൊള്ളാതെ കൊള്ളിച്ചോ പറഞ്ഞാൽ നിന്റെ കുടുംബം അന്വേഷിച്ചെത്തി നിന്റെ സർവ്വ ചരിത്രങ്ങളും എടുത്തു വെച്ച് ഞാൻ അങ്ങ് വിളമ്പും. എന്റെ രീതി അതാണ്. ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. കാരണം അകാരണമായാണ് നീ എന്നെ അതിനകത്തോട്ട് പുള്ളി ചെയ്ത് പിടിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെയാണ്. നിനക്ക് ജാസ്മിനെ പേടിയാണ്. നിനക്ക് ജാസ്മിനെ പറ്റി പറയാം. ഈ കണ്ട അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ഈ കാണിക്കുന്നത് പോക്രിത്തരമാണ് എന്ന്, എന്തെല്ലാം രീതിയിൽ വൃത്തികേടുകളാണ് അവൾ നടത്തുന്നതെന്ന് അവളെ കൂടെ നിന്നവർ പോലും പറയുമ്പോഴും നിനക്ക് പേടിയാണ്. നിനക്ക് പേടിയായി, നിന്നെ പേടി. അതായത് ജാസ്മിനെ പേടിക്കുന്നവർ മാത്രമാണ് അവൾക്കെതിരെ സംസാരിക്കാൻ ഭയപ്പെടുന്നത്. കാരണം അവൾ പുറത്തിറങ്ങി ഇന്നിപ്പം പെട്രാ ബോക്സ് എന്ന് പറയുന്ന ആ പയ്യൻ പറഞ്ഞിട്ടുണ്ട്, അവൾ പുറത്തിറങ്ങിയാൽ എല്ലാവർക്കും കിട്ടും പണിയും. അതൊരു തീവ്രവാദി ക്രിമിനൽ പെണ്ണാണ്. അതിന്റെ തെളിവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അസ്ലാമാളിയുമായി ഞാൻ ഫോൺ സംസാരിച്ച് വെച്ച ഉടനെ അസ്ലാമാളിയുടെ കയ്യിൽ നിന്നും എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നോട് അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിനക്ക്? അസ്ലാമാളിയെ തീർത്തേക്കാൻ, അസ്ലാമാളിയെ തീർത്തേക്കാൻ. അസ്ലാമാളി എന്നോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു. എനിക്ക് ആ കുട്ടിയെ മനസ്സിലായി. ഞാനായിട്ട് അവളുടെ ഒരു കാര്യവും പുറത്തേക്ക് വിടത്തില്ല. അറിയുന്ന ഒരു രഹസ്യവും എന്റെ വായിൽ നിന്ന് പുറത്തു വരത്തില്ല എന്ന് ഞാൻ വാക്കും പറഞ്ഞു. വിട്ടു ഞാൻ ആ കേസ്. എനിക്കിനി ആ വിഷയം താല്പര്യമില്ല. ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ ഒരു പൈങ്കിളി സാധനമല്ല. കടപ്പുറം കരിവാടാണ് ആ സാധനം കൊണ്ടുവന്ന് തന്നത്. അല്ലെങ്കിൽ ഞാൻ ആ വിഷയം എടുക്കില്ല. എന്റെ സബ്ജക്റ്റേ അതല്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ പെൺകുട്ടികളെ ഇകഴ്ത്താൻ ആഗ്രഹിക്കുന്ന ലേഡിയേ അല്ല. എന്ത് തരം കുറ്റമുണ്ട്? എന്റെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ട്, പെൺപിള്ളേർ എന്ത് കുറ്റം ചെയ്താലും ഷെഫീനക്ക് കണ്ണ് കാണൂല. പെങ്കൊച്ചുങ്ങൾ ചെയ്യുന്നത് ഷെഫീനക്ക് കണ്ണ് കാണൂല. ആമ്പിള്ളേർ ചെയ്യുന്നതിന് ഷെഫീന ഉടക്കൂ എന്ന് പറയും. അങ്ങനെ പറയുന്ന എന്നെ ആ ടേമിലേക്ക് നീയാണ് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോ മനസ്സിലായോടാ? കരിവാട് പറഞ്ഞു, ഞാനത് കേൾക്കണ്ടായിരുന്നു. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? രണ്ടു വശവും കേൾക്കണമല്ലോ. അസ്ലയുടെ വശവും കേട്ടു, ജാസ്മിന്റെ വശവും കേട്ടു. എനിക്ക് ഭീകരമായി തോന്നിയത് ജാസ്മിനെയാണ്. അത് എന്റെ ക്വാളിറ്റിയാണ്. എനിക്ക് ഭയമില്ല. ജാസ്മിനെ എന്റെ ചാനൽ പൂട്ടിക്കോ, എന്റെ വീട് പൂട്ടിക്കോ, എന്റെ അന്നം മുട്ടിക്കോ ഒക്കെ ചെയ്താൽ ഞാൻ റിക്കവർ ചെയ്ത് വരും. എന്തുകൊണ്ടെന്നറിയാം? എനിക്ക് ആ ധൈര്യമുണ്ട്. കാലിനെ പ്രശ്നമുള്ളടാ, കൈക്ക് നല്ല ആരോഗ്യമുണ്ട്. കാല് കൊണ്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ കൈ കൊണ്ട് ചെയ്യും. എന്റെ കൈക്ക് എത്ര ആരോഗ്യമുണ്ട് ഞാൻ അതുകൊണ്ട് ചെയ്യും. മനസ്സിലായോ? അല്ല നിന്നെ പോലെ
ഒരു മുറിക്കകത്ത് കയറി കുത്തിയിരുന്നിട്ട് കൊണ അടിച്ചല്ല ഞാൻ വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നത്. മനസ്സിലായോ? നീ എനിക്ക് തിന്നാൻ എന്റെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു എമൗണ്ട് നിന്ന ഒരു ഷോക്കിംഗ് ഉണ്ട്. അതിനപ്പുറം അതിൽ നിന്ന് റിക്കവർ ആവുമെന്ന് ഈ ചാനലിലൂടെ ഞാൻ തെളിയിച്ചില്ലേ? ആ ചാനലിൽ എത്രയോ റിപ്പോർട്ടാണ് ഒരു മനുഷ്യർക്ക് റീച്ച് ആവൂലായിരുന്നു. നീ ഉൾപ്പെടെ അതിൽ നിന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ലേ? നിനക്കുൾപ്പെടെ റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് ജയിച്ചു നിൽക്കുന്നു എന്നല്ലേ? നിങ്ങൾ ഈ യൂട്യൂബേഴ്സ് എല്ലാവർക്കും അത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നല്ലോ. ബാക്കി ജനങ്ങളിലേക്ക് അത് എത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോ ഒരാളടുത്ത് കൊണ്ടുപോയി എന്നാ എന്റെ ചാനൽ കാണണേ എന്ന്. എന്റെ കൂടെ വന്ന ഒരു കുട്ടി, ഞങ്ങൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ യൂട്യൂബർ അല്ലേ? അടുത്തിരിക്കുന്നവള് യൂട്യൂബറാണ്, റസീല യൂട്യൂബറാണ്. അവളോടല്ല ചോദിച്ചത്, എന്നോടാണ് ചോദിച്ചത്. നിങ്ങൾ യൂട്യൂബർ അല്ലേ? അതിനോട് എന്റെ ഉത്തരം അല്ല, ഞാൻ ഷെഫീന, യൂട്യൂബർ അല്ല. എനിക്ക് അങ്ങനെ ഒരു ഫെയിം താല്പര്യമില്ല. ഞാൻ ഇവിടെ വേറൊരു വിഷയത്തിന് വന്ന ഞാൻ യൂട്യൂബറാണ്. എന്റെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചാടി വീണ് പറഞ്ഞത് 50K ബാഹുല്യത്തിൽ കൂടെ നിന്നവളെ ഒറ്റി കൊടുത്ത ഒരു നാറിയാണ്, ഞാനല്ല. എന്റെ നമ്പർ അവർ ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമല്ലോ. ആയിക്കോട്ടെ, ഇതാ നമ്പർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ബട്ടൺ അടിക്കാനോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്റെ സബ്സ്ക്രൈബറിൽ ചിലർ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്ത മേഖലയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയം കഴിയുമ്പോൾ ഐ ഗെറ്റ് ബോർഡ്, ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്റെ ഉപജീവനമല്ലടാ, ജോലി ചെയ്ത് ജീവിക്കണമടാ. ആരോഗ്യമില്ലേ, തണ്ടും തടിയും ഇല്ലേടാ, അധ്വാനിച്ച് ജീവിക്കണോടാ. വല്ലവരുടെയും കപം തിന്നല്ലടാ ജീവിക്കേണ്ടത്. നീ കപം തീരി ഇരുന്നുകൊണ്ട് ഷെഫീനായി അളക്കുന്നോ? എന്നിട്ട് പറയാൻ തെറി വിളിക്കണമെന്ന്. പിന്നെ നിന്നെ ഞാൻ തെറി വിളിച്ച്. ആരാടാ തെറി വിളിച്ചത്? അപ്പുറത്ത് നിന്ന് ഒരു പറ്റ നായ്ക്കൾ കുരയ്ക്കാണ്. 1-2 പേരോ? എത്ര പേരെന്റെ അടുത്തൊന്ന് കാല് പിടിച്ചു. എന്തുകൊണ്ട് കാല് പിടിച്ചു? അവന്റെ 2K ഉള്ള ചാനൽ പോയിരിക്കാൻ കാല് പിടിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ലേ? ചാനൽ ഡെവലപ്പ് ചെയ്യാൻ ഷെഫീനായി ഉപയോഗിച്ചു. എന്ത് അർത്ഥമുണ്ടടാ നീ പറയുന്നതിനകത്ത്? ആരാ ഷാജാസ്മിനെ ഞാൻ തെറി വിളിച്ചോ? ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തതും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. നീ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നീ അത് ശരിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി വീണ്ടും പറയുന്നു. അസ്ലയ്ക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തു, അസ്ല എനിക്കെതിരെ വീഡിയോ ചെയ്തു. അസ്ലയ്ക്കെതിരെ ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യൻ മാർക്കിൽ അസ്ല എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, സോറി പറയുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുന്നു. ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല, വീഡിയോ ഡിലീറ്റ്. പക്ഷെ അവള് ചെയ്തു വീഡിയോ ഡിലീറ്റ്. എന്തുകൊണ്ട് ചെയ്തു? ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളിടത്ത് എന്റെ വീഡിയോ അവിടെ കിടക്കും. തെറ്റ് ചെയ്തവർ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അത് അവൾ ചെയ്തു. എന്നിട്ട് അടിയിൽ കൂടെ പേയ്മെന്റ് കൊടുത്ത് എന്റെ ചാനൽ പൂട്ടിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ചെയ്തു. പക്ഷെ അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. അസല ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. അന്ന് ജാസ്മിൻ എന്നെ വിളിച്ചത്, ആ വോയിസ് ഞാൻ പുറത്തു വിടുന്നത് അതുകൊണ്ടാണ്. അന്ന് എന്നെ ജാസ്മിൻ വിളിച്ച് പറഞ്ഞത് ഇതാണ്, ഈ പറയുന്ന അസ്ലയെ തീർത്ത് കെട്ടുക. അസ്ലയാണ് അവളുടെ ശത്രു. ഗ്ലാമി ഗംഗയും അസ്ലയുമാണ് അവളുടെ ഫീൽഡിലുള്ളതിൽ വെച്ച് അവൾ കാണുന്ന ശത്രുക്കൾ. അവരെ അടിച്ചു താഴ്ത്തുക. നോറയെ അവൾ ചെയ്യുന്നത് കാണുമ്പോൾ നിനക്കത് മനസ്സിലാവുന്നില്ല? അവൾ അങ്ങനെയാണ്. മുൻപോട്ട് കുതിച്ചു കയറാൻ വേണ്ടി കൂടെ ഉള്ളവരെ അടിച്ച് വെട്ടിയിട്ടിട്ട് കയറുന്ന ഒരുതരം ചതുരംഗ കളിയാണ് ആ പെണ്ണ് കളിക്കുന്നത്. അത് ഞാൻ പറയും. എനിക്ക് ആ മൈരിഞ്ഞ ഭയമില്ല. നിനക്കുണ്ടെങ്കിൽ നീ പേടിച്ചോ. നിനക്കതാണ് എടാ, തൂക്കിയിട്ട് ആട്ടുന്ന സാധനത്തിന് വല്ല വാല്യൂ ഉണ്ടെങ്കിൽ അങ്ങനെയല്ലടാ, പവർ ആയിരിക്കണം. നീ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഇതാണ് പവർ, ഇതാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത്, പെൺകരുത്തം എന്ന് പറയുന്നത് ഇതാണ്. എന്ത് സാധനം പറഞ്ഞാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി ജീവൻ പോയാലും വാക്ക് മാറ്റി പറയുന്നോളൂ അല്ല ഷെഫീന. അതിനകത്തുണ്ട്. നിന്നെ പോലെ ചീഞ്ഞ അളിഞ്ഞ സിനിമ ഡയലോഗ് അല്ല ഷെഫീന പറയാറ്. മനസ്സിലായ? ഒരു ബോധവും പരബോധം. നീ എന്തോ അങ്ങ് സംഭവമാണെന്ന് എനിക്കൊരു തോന്നൽ വന്നുപോയി. അതിന്റെ ഒരു മറ്റേ ഇടത്തിരുന്നോണ്ടാണ് നീ ഉണ്ടാക്കുന്നത്. ആര് കണ്ണൻ ചെയ്യുന്നത് നോക്ക്, അവൻ ചെയ്ത നോക്ക്, ഇവൻ ചെയ്ത്. നീ 24 മണിക്കൂർ സായിയുടെ തലയിൽ കയറുന്നുണ്ടല്ല. സായി എന്താ റിട്ടേൺ അടിക്കാത്തെ? എന്തുകൊണ്ട് അടിക്കുന്നില്ല? എന്താണ് സായിയെ കൊണ്ട്? സായിയുടെ റിയൽ ഫേസ് ആണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ നിനക്കൊരു വാക്ക് ഞാൻ തരയാണ്, നിന്റെ റിയാലിറ്റി ഞാൻ പുറത്തു കൊണ്ടുവന്ന് കൊടുക്കും. മര്യാദയ്ക്ക് അയക്കും. അതാണ് നിനക്ക് നല്ലത്. മര്യാദയ്ക്കല്ലെങ്കിൽ നീ ഈ കാണിക്കുന്ന പടം എന്താണെന്നും നിന്റെ റിയാലിറ്റി ചുമ്മാ ചക്കല്ല കേട്ടോ. അതാ നാളിതുവരെ ഇത്ര 2.5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇവിടെ ഉള്ള പല കൂത്തച്ചി മക്കളുടെയും റിയാലിറ്റി ഷെഫീനെ വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തെറിത്താത്ത എന്നുള്ള നിന്റെ ആ ഇതുണ്ടല്ലോ, അത് നീ മുടത്തി കോണത്തി വെച്ചിട്ട് തള്ളയാണ് തെറി വിളിക്കുന്നത്. മനസ്സിലായടാ? പെറ്റ തള്ളയെ ഒന്ന് കാണിക്കാമോ നിനക്ക്? നീ ഒന്ന് കാണിയില്ല നിന്റെ പെറ്റ തള്ളയെ. ഇവിടെ ബിഗ് ബോസിൽ തന്നെ ഞാൻ പറയട്ടെ, നോറയുടെ വിഷയം വന്നു, അവളുടെ ഭർത്താവ് രംഗത്ത് വന്നു, ആളുകൾക്ക് അത് ഭയങ്കര സബ്ജക്റ്റായി. ശരി, നോറയുടെ. അപ്സരയുടെ വിഷയം വന്നു, അവളുടെ ഭർത്താവ് രംഗത്ത് വരുന്നു, അത് ഭയങ്കര വിഷയം സബ്ജക്റ്റായി. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇനിയുണ്ടല്ലോ അവിടെ ഒരാള്, ജാസ്മിന്റെ കേസ് ഞാൻ പറയുന്നില്ല, പോട്ട്. ഇനി ഒരാളുണ്ട്, ജിൻഡോ. വിവാഹമോചിതം തന്നെയാണോ? അവന്റെ ഭാര്യ പുറത്തു വന്നോ? വല്ലതും പറഞ്ഞോ? അവനെ ഏറി കയറുന്നത് നിങ്ങൾ കണ്ടോ? സ്ത്രീകളെ പറയുമ്പോ ഒരു സുഖം അല്ലേടാ? സ്ത്രീകളുടെ സാമാനവും അതിനകത്ത് എത്ര കയറുന്നു എന്നുള്ളതാണ് നിന്റെയൊക്കെ ലുക്ക് ആഫ്റ്റർ. നീയൊക്കെ നോക്കി നിൽക്കുന്ന അതാണ്. അവളുടെ സാധനത്തിൽ എത്ര പേര് കയറുന്നു, നീയൊക്കെ എത്ര എടുത്ത് കൊണ്ടിടുന്നെന്ന് ഞങ്ങൾ ചോദിക്കുന്നുണ്ടോ? എന്താ ജിൻഡോ ക്ലീൻ ആണോ? അവന്റെ ഈ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഒന്നുകൊണ്ടാണ് അവൾ ഇട്ടിട്ട് പോയത്.
അത് എനിക്ക് വ്യക്തമായ കാര്യമാണ്. ഒരാളെങ്കിലും അവന്റെ വേറെ ബോർഡ്സ് എടുത്തോണ്ടോ എന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ബ്രേക്കപ്പ് നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഗബ്രി 2 പ്രാവശ്യം. ഞാൻ പറഞ്ഞ അറിവല്ല, ഗബ്രി തന്നെ പറഞ്ഞ അറിവാണ്. ഗബ്രിയെ പറ്റി ഒരു വാക്ക് അങ്ങനെ നിങ്ങൾ പുറത്ത് പറയുന്നുണ്ടോ? ഗബ്രിയുടെ ആദ്യത്തെ 2 ബ്രേക്കപ്പ് സാധനങ്ങൾ വന്നിരുന്നോണ്ട് പറയുന്നുണ്ടോ ഗബ്രി എന്നെ ചതിച്ചു, ഗബ്രി എന്നെ തേച്ചു, ഗബ്രി എന്നെ ഉണ്ടാക്കി പറയുന്നുണ്ടോ? അതെന്താടാ? ഗബ്രിയും അവളും കൂടെ ഉമ്മ വെച്ച് കളിക്കുന്നു. ഗബ്രിക്ക് എന്താ ലൈഫില്ലേ? ഗബ്രിക്ക് ഇതിനു മുമ്പ് എക്സ് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് പറയുന്നില്ല? അത് അനിവാര്യമല്ല, അത് പറയേണ്ട കാര്യമില്ല, ഒരു പ്രശ്നവും ഇല്ല, കുഴപ്പമില്ല അല്ലേ? ആണ് എന്തു ആവാം, പെണ്ണിന് പാടില്ല. അതൊരു പ്രത്യേകത. എന്റെ കൊച്ചുങ്ങളുടെ അച്ഛൻ അന്വേഷിക്കുന്നു, ഞാൻ 4 കെട്ടിയെന്ന്. ഇവിടെ കെട്ടിയെന്നല്ലേ പറയണത്, വാക്ക് മാറ്റിയൊന്നുമല്ലേ പറയണേ. 4 പേര് ഒപ്പമൊന്നല്ലല്ല, 4 കല്യാണമെന്നല്ലേ പറഞ്ഞത്. ആണല്ലോ, അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്. ഒളിച്ചോടിയതല്ലല്ലോ, ഒരുത്തനെ വെച്ചോണ്ട് ഒരുത്തൻ്റെ കൂടെ പോയതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിന്റെ സൗകര്യം, ദാറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ട് വീണ്ടും വീണ്ടും അതിൽ തന്നെ പറയുന്നത് കേട്ടിട്ടും നിനക്ക് അത് ഒന്നും സീരിയസ് ആയിട്ട് തോന്നിയില്ല. നമ്മൾ ആ ഏരിയയിലേക്കേ പോകാൻ പാടില്ലായിരുന്നു. അയ്യോടാ, നീ ആരാ ഇപ്പോ? നീ ആരാടാ? അന്വേഷിച്ച് ചെല്ലുമ്പോ ചന്തയായിരിക്കും നീ. അതുകൊണ്ടാണ് നീ ഈ വർത്തമാനം പറഞ്ഞത്, മനസ്സിലായ? ചന്തയായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്റെ മോൻ പറഞ്ഞു, മമ്മി ഒന്നും പറയാൻ പോകരുത്, ഈ വിഷയത്തിൽ അവന്റെ കാര്യമേ എടുക്കാൻ പോകരുത്. അവൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അത് നിനക്ക് ആപ്റ്റാണ്. ഇനി ജാസ്മിന്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ എന്താ പബ്ലിഷ് ചെയ്തേ? ടാങ്കോ ഗേൾ ആണ് എന്ന് ഹൈസ് പറയുന്ന കാര്യമാണ് ഞാൻ പ്ലേ ചെയ്തത്. ടാങ്കോ ഗേൾ ആണെന്ന് ഞാനല്ല പറയുന്നത്, ഹൈസ് ആണ് പറയുന്നത്. എൻ്റെ ഒപ്പം ഇരുന്നവളാണ് റസീന. അന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പറാത്ത കേട്ടില്ലായിരുന്നോ? അന്ന് കൂടെ ഇരുന്ന ആമി പറഞ്ഞു കൊടുത്തു, പറയല്ലേ. അവള് പറയട്ടെ, എല്ലാം എൻ്റെ തലയെ കിടക്കട്ടെ. നമ്മൾ 3 പേരും കൂടെ ഇരുന്നാണ് സംസാരിച്ചത്. അവർ 2 പേരും പറയാന്നുള്ള പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് എന്നെ കൊണ്ട് പറയിച്ചിട്ട് 2 കൂടെ അവസാനം നല്ല പിള്ളിയായി. ഇപ്പൊ 2 കൂടെ ചേർന്നിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. നിനക്കിത് നല്ല മനസ്സിലാവുന്നുണ്ടാ? അന്ന് കാറിൽ ഞാനും സാഹിത്യകാരി എന്ന് അവകാശപ്പെടുന്ന 3rd റേറ്റ് സാമ്പത്തിക തട്ടിപ്പുകാരി ആമി യൂസുഫും റസീന എന്ന് പറയുന്ന കടപ്പുറം ബടക്കെട്ടും ഉണ്ടായിരുന്നു. അവർ 3 പേര്, നമ്മൾ 3 പേരും ആലോചിക്കാതെ പറയാതെ ഈ സാധനം ഞാൻ പറയത്തില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. വോയിസ് പ്ലേ ചെയ്തു. എന്താ വോയിസ്? ഇന്നലെ ഇട്ട വോയിസിനകത്ത് കൃത്യമായിട്ടുണ്ട്. നിനക്ക് ഇനി അറിവിലേക്ക് പറയുന്നതാണ്, ആ സാധനം തന്നത് കൈസ് തന്നെയാണ്. ഇതൊന്ന് പ്ലേ ചെയ്താത്ത, എന്നെ കോഴിന്ന് വിളിച്ചോ കുഴപ്പമില്ല, എന്തൊന്ന് പ്ലേ ചെയ്താത്താന്ന് പറഞ്ഞത് കൈസാണ്. അത് കൊണ്ടുവന്ന് തന്നത് അസ്ലയാണ്. അവരാണ് പറഞ്ഞത്. അവർക്കിടയിലുള്ള ക്ലാഷിൽ അവരെന്നെ ഉപയോഗിച്ചതാണ്. ഞാൻ നിന്ന് കൊടുത്തു. എന്തുകൊണ്ടെന്നറിയാമോ? എനിക്കൊരു പ്രോമിസ് ഉണ്ടായിരുന്നു, ഈ ക്രീം ബാക്കി പെൺകുട്ടികളിലേക്ക് എത്തരുത്. സൗന്ദര്യം എന്ന് പറയുന്നത് മുഖ സൗന്ദര്യമല്ല, മനുഷ്യന്റെ ഇന്നർ മൈൻഡിൽ നിന്ന് വരേണ്ടതാണ്. കാരണം ഒരുപാട് പേർക്ക് കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പറയണ അവൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റും ഒരുപാട് പേര് എന്നെ വിളിച്ചത്. ഈ ഇടയ്ക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അന്നക്കുട്ടി, അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? എന്തോ ഒരു ക്രീം, എന്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഹർഷിതയ്ക്ക് അറിയാമെങ്കിൽ ഒന്ന് എഴുതിയിടണേ. ആ ക്രീം ഉപയോഗിച്ചപ്പോൾ മുഖത്ത് പൊള്ളലുണ്ടായി എന്ന് പറഞ്ഞു. ഈ സാധനം അവൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അവൾക്ക് വേറെ ആപ്പിൾ ഓറഞ്ച് പരസ്യം ചെയ്യാൻ പറ. ഇത്തരം സാധനങ്ങൾ കൊടുക്കുമ്പോൾ പൊടി മക്കളാണ് അവളുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ്. ഇനി ഒരു വരുന്ന സമൂഹം മുഴുവൻ കിഡ്നി രോഗം കൊണ്ട് വരണോടാ. അതിനെതിരെയാണ് എന്റെ പോരാട്ടം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ അതിന് കരുവായി നിന്നു കൊടുത്തതിന്റെ കാരണം നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ പോലെയല്ല, ഭയന്ന് മാറി നിൽക്കുന്ന സാധനമല്ല ഞാൻ. നീ ഉൾപ്പെടെ അവക്കെതിരെ കിഡ്നിയുടെ കേസിന് നീ വീഡിയോ ചെയ്തില്ലേ? ഇപ്പൊ നിനക്കെന്താ പേടിയാണോ? പേടി. ഷെഫീനയുടെ ചാനൽ അവള് പൂട്ടിച്ചിട്ടുണ്ട്, എന്റെ ചാനൽ പോവും, അതാണ് നിന്റെ പേടി. ഈ വിഷയത്തിലേക്ക് നിന്റെ കുടുംബം വന്നാലും നീ ചാനലിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യും. നീ അതാണ്, നിനക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം നിനക്ക് പേടി. ആ വരുമാനം മാത്രമാണ് നിന്റെ വരുമാനം. എടാ, ഇത് പോയപ്പോഴും കാലില്ലാത്ത ഞാൻ തുനിച്ചിലോട് നിന്നില്ലേ? ഇതില്ലെങ്കിൽ മറ്റൊന്ന് വരും. എന്നിലാണ് വിശ്വാസം. ഞാനാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞത്. നിനക്കത് പറയാനുള്ള തന്റെ ഇടമില്ലാത്തത് കൊണ്ടാണ് നീ ഇന്നും ആ സാധനവും കൊണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? ഷെഫീനായ ആ ഗണത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കരുതേ. ഇതിനകത്ത് ജാസ്മിനെ ഞാൻ എവിടെ തെറി വിളിച്ചടാ? നീ തെളിവ് വയ്ക്കണം. ഞാൻ തെറി വിളിച്ചെന്ന് പറയുമ്പോൾ ഞാനല്ല തെറി വിളിച്ചത്. അടുത്തൊരു വീഡിയോ അപ്പുറത്തുനിന്ന് വരുന്നു. വിച്ച്. എന്താണ്ടാ വിച്ചിന്റെ മീനിങ്? ആ വേർഡിന്റെ മീനിങ് എന്താണ്ടാ? നിന്റെ അമ്മയെ നീ വിളിക്കുന്നത് അങ്ങനെയാണോ? നിന്റെ അമ്മയെ വിളിക്കുന്നത് നീ അങ്ങനെയാണോടാ? ആണോ? എന്നാൽ ആ മീനിങ് തന്നെ ഞാൻ നിന്റെ തള്ളയെ വിളിച്ചിരിക്കുന്നത്. നിനക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നീ വെച്ചോ. നിന്റെ അമ്മയ്ക്കാണ് ആ പേര് ഉതകുന്നത്. തെറി വിളിച്ചത് അവള്, ഇപ്പൊ തെറിക്കാരി ഞാനോ? അവിടുന്ന് തെറി വരുമ്പോ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണോടാ? എടാ, ഞാനേ എന്റെ അമ്മയുടെ പാല് കുടിച്ച് വളർന്നോളാ, നിന്നെ പോലെ തീട്ടം നിന്ന് വളർന്നോളല്ല. ഞാൻ പ്രതികരിക്കും. പ്രതികരണ ശേഷിയുണ്ട്. എന്റെ ബ്ലഡ് അങ്ങനെയാണ്. ഞാനേ പഞ്ചായത്ത് മുഴുക്ക കയറി ഉണ്ടായതല്ല. മനസ്സിലായ? ആ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞതാ. അതാണ്ടാ പുരോഗമനവാദം. അല്ലാതെ കയറി ഇരുന്നോണ്ട് ഊക്ക് വർത്താനം പറയുന്നതല്ല പുരോഗമനവാദം. മേൽക്കൊണ്ട് എന്റെ ഒരു സബ്ജക്ട് നീ എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നീ എടുത്താൽ
ഇതിനകത്ത് പറഞ്ഞ എന്ത് കോൺസിക്വൻസ് ഫേസ് ചെയ്യും മറ്റേ മോനെ? എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കുറെ ദിവസമായി നീയാണ് കൊണച്ചോണ്ട് എന്റെ അലയിലോട്ട് കയറുന്നു തെറി വിളിക്കുന്ന. ആടാ തെറി വിളിക്കുന്നത് നിന്നെ പോലുള്ള തേർഡ് റാറ്റ് ക്രിമിനൽസിനെ പിന്നെ എന്താ ഉമ്മ വയ്ക്കണോ? ഇങ്ങോട്ട് തെറി വിളിച്ചാൽ അങ്ങോട്ടും അത് തന്നെ കേൾക്കും. നീ നിനക്ക് അവളെ പൊലിപ്പിക്കണം, നിനക്ക് അവളെ പൂക്കി തലേ വെക്കണമെങ്കിൽ നീ എടുത്ത് നെഞ്ചത്ത് കയറ്റി വെച്ചോ. എന്റെ കയ്യിൽ തെളിവുള്ള കാര്യമാണ് പറഞ്ഞേ. പിന്നെ ജാസ്മിനെ ഞാൻ അങ്ങോട്ടല്ല വിളിച്ചത്. ഞാൻ ഒരുത്തരെ അങ്ങോട്ട് വിളിക്കാറില്ല. ഞാൻ ഒരുത്തരെയും വിളിക്കാറില്ല. 2019 ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കേസ് കേട്ട് പോലും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലും പാടില്ലാത്തവരാണ്, പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും. ഞാൻ എന്റെ പോലീസുകാർക്ക് അത് അറിയാം. എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ആ ക്ലിയറൻസിലെ സംസാരിക്കും, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അവർ എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ റെക്കോർഡ് ചെയ്യും. അതാണ് എന്റെ പവർ. ഞാൻ ചെയ്യുമെന്ന് മാത്രമല്ല പബ്ലിക്കിന് ഇട്ട് കൊടുക്കും. എനിക്ക് രഹസ്യമായിട്ടൊന്നും ഇത് കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കാണുന്ന ഫേസ് തന്നെയാണ് എന്നെ നേരിട്ട് കാണുമ്പോൾ പൊന്നെ മൊത്തേ ചക്കര പഞ്ചാരയെന്നല്ല, ഇത് തന്നെയാണ് എന്റെ ഫേസ്. മാറ്റമില്ല. എനിക്കങ്ങനെ ഇവിടെ വരണം വേറെ ഇടത്ത് വരണം അങ്ങനത്തെ ഒരു രീതി എനിക്കില്ല. അത് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഈ പച്ച പോക്കർത്തരം ഇപ്പൊ ഇരുന്ന് ഈ അലച്ചത്. പ്രൊഫഷണൽ ജലസി ആകാം. അത് നിനക്ക് ചെകുത്താൻ്റോടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെകുത്താൻ എന്റെ സുഹൃത്താണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ അവൻ എന്റെ സുഹൃത്താണെന്ന് പറയുന്നതിൽ. അവൻ എന്റെ സുഹൃത്താണ്. അവൻ നിന്റെ അടുത്ത് തിരിച്ചെന്തെങ്കിലും കൊത്താൻ വന്നാ അതാണ് ആണത്വം. അവൻ മിണ്ടായിരിക്കുന്നില്ലേ? അവൻ പറയുന്ന ടോപ്പിക്കിൽ ആശയത്തിന് പ്രത്യാശയുണ്ടാ? നിനക്ക് ഒരു സാധനവും ഇല്ല. മനസ്സിലായ? ഒരു KUN തന്നെ ഇല്ല നിന്റെ കയ്യിൽ. നിനക്ക് ആകെ ഉള്ളത് ഇങ്ങനെ എന്നിട്ട് ഇടയിൽ കൂടെ ഒരു കുത്തും. അതായത് അവക്ക് തോന്നരുത് നീ കുത്തുന്നെന്ന്. നിനക്ക് പേടിയാണ്. നീ പേടിച്ചിരുന്നോ? ബാക്കിയുള്ളവർ പേടിച്ചിരിക്കാൻ പറയല്ലേ. ബാക്കിയുള്ളവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യല്ലേ. അതാണ് കൃത്യമായി ഞാൻ ഒന്നുകൂടെ പറയാം. അസ്ലാം അലിക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടു. അസ്ലാം അലി എന്നെ വിളിച്ച് സോറി പറയുന്നു. എനിക്ക് തിരിച്ച് വീഡിയോ ഇട്ടു. ആ തിരിച്ച് വീഡിയോ ഇട്ടതിൽ ശക്തമായി എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു. തെറിയില്ല, അതിനകത്തൊന്നും തെറിയില്ല, ഒരിടത്തും തെറിയില്ല. തിരിച്ചു കൊടുത്തു. അവൾ എന്നെ ഫോണ് വിളിച്ച്, ലൈവിലാണ് ഈ ഫോൺ കോൾ വരുന്നത്, വിളിച്ച് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. അതോടെ ആ വിഷയം ഞാൻ വിട്ടു. ഇതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പായിട്ട് അൽഫലയുടെ ഉമ്മ വന്നു. കേട്ടില്ല. എനിക്ക് ഈ നുണയും കുണ്ടണിയുടെ താല്പര്യമില്ല, എന്നെ വെറുതെ വിടെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടു ഞാൻ ആ കേസ്. അപ്പോഴാണ് ഓടിക്കൊണ്ട് വരുന്ന മാഡം മദാമ, അവളെ വിടരുത്, അവളെ അങ്ങ് പിടിച്ചോ, തീർത്തോ. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ മോന്റെ കല്യാണാലോചന 26 വയസ്സുകാരനെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് ഭ്രാന്തില്ല ആലോചന അങ്ങോട്ട് മുന്നോട്ട് വെച്ചത്. കറക്റ്റ് ആ ട്രാപ്പിൽ അവൾ വന്ന് വീണു. അവൾ ഉടനെ താത്ത എന്ന വിളി ഉമ്മായിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ ചാടി കളിക്കുന്ന ഒരു തേപ്പുകാരിയെ ഞാൻ അവിടെ കണ്ടു എന്നുള്ളതാണ്. അത് എനിക്ക് വേണമെങ്കിൽ അതിനകത്ത് അവൾ എൻ്റെ കൂടെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന കട്ട് ചെയ്തിട്ട് മറ്റത് ഇട്ട് കൊടുക്കാം. മാനിപ്പുലേഷൻ അറിയാവുന്ന മിടുക്കിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്നെനിക്കറിയാം. ഇത് പബ്ലിഷ് ചെയ്യുന്ന പലരും പറഞ്ഞു, കണ്ണൻ ഉൾപ്പെടെ എന്നെ വിലക്കി ചെയ്യല്ലേ, നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളായിരിക്കും തിരിച്ചു വരിക എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ അത് പബ്ലിക്കിൽ ഇട്ടു. ഒരു സാധനം കട്ട് ചെയ്യാതെ ഒരെണ്ണം ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അവളെ തന്തയെ പറ്റി അവൾ പറയണത് നടു റോട്ടിൽ നിന്ന് തുടി പൊക്കി കാണിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ തന്തയെന്ന് എന്നോട് പറയുന്ന കാര്യം ഞാൻ മറച്ചു വെച്ചത് ഒരു കുടുംബമായതുകൊണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ട് തരാം, കേട്ടോ. അത് പറയേണ്ട ആവശ്യകത എപ്പോഴാ വന്നേ? വിച്ചേ സ്ത്രീയെ പൊന്നുപോലെ വളർത്തിയതാണ് ആ കുഞ്ഞിനെ. കയ്യിലേക്ക് വരുമ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നില്ല. ഉള്ളം കയ്യിലേക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടുമ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നില്ല എൻ്റെ ഒപ്പം ചുറ്റും. എൻ്റെ കുടുംബം ഉൾപ്പെടെ ഇത് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല, അവൻ്റെ കൂടെ പോയി ജീവിച്ചേ മതിയാവളെന്ന് നിർബന്ധ ബുദ്ധിരിക്കുമ്പോൾ തനിച്ച് നിന്ന് ഞാൻ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ പ്രാണനാണ് എൻ്റെ കുഞ്ഞ്. ഒരു പ്രശ്നത്തില്ല. നിങ്ങൾ കാണുന്ന രീതിയിൽ ഈ സമൂഹത്തിന് ഞാനത് വലിയൊരു ഉദാഹരണമാക്കി വളർത്തിക്കൊണ്ടിരുന്നത് എൻ്റെ പൊന്നു മോനെയാണ് അവൾ പച്ചക്കിട്ട് കൊടുത്തത് ഈ മൈരിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. നിനക്കത് മനസ്സിലാവണമെങ്കിൽ നിന്റെ പെറ്റ തള്ളയോട് പോയി ചോദിച്ചു നോക്ക്, നിന്റെ അമ്മയോട് പോയി ചോദിച്ചു നോക്കടാ, അപ്പം മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും എൻ്റെ വിഷയങ്ങൾക്കും എൻ്റെ കുഞ്ഞിനെ വലിച്ചിടുന്നവർക്ക് അതേ നാണയത്തിൽ ഞാൻ മറുപടി കൊടുക്കും. എന്നെ നിങ്ങൾ എന്ത് വേണോ പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് പൂട മാത്രം. പക്ഷെ എൻ്റെ കുട്ടിയെ പറയുമ്പോൾ എനിക്ക് പറയണം വേദന വരും. പ്രത്യേകിച്ച് ഇതുപോലൊരു വാണ കേസിനെ എൻ്റെ കുട്ടിയെ ആലോചിച്ചെന്ന് പറയുന്നതിൽ പരം ഒരു അഭിമാനം എനിക്ക് വേറെ ഇല്ല. അവൻ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന അമീർ ഖാൻ എന്നും അതിലല്ല എനിക്ക് വിഷമം. ഞാൻ അമ്മയാണെന്നുള്ള രീതിയിൽ അത്രയധികം അന്തസ്സിലും അഹങ്കാരത്തിലും നിൽക്കുന്ന ഒരു ലേഡിയായിരുന്നു. ഞാൻ ഒരു വാണ കേസിന് പോയി എൻ്റെ കൊച്ചിനെ ആലോചിച്ചു എന്ന് എൻ്റെ ഉമ്മ ചോദിക്കുമ്പോൾ തല കുനിഞ്ഞു പോയി. അതിനേക്കാളേറെ അവൻ്റെ ഫാദർ വിളിച്ചു വെച്ച് നിനക്കെന്ത് വട്ടാണോ ആ പന്ന സാധനത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ നീ ആലോചിക്കാൻ നീ എൻ്റെ അടുത്ത് ചോദിച്ചോ? എനിക്ക് ഉത്തരവുണ്ടോ? അവിടെ ഞാൻ തോറ്റു. അത് സമ്മതിച്ചു. ഞാൻ തോറ്റുപോയി. എൻ്റെ കുഞ്ഞിനെ ഈ വാണ കേസിന് ഞാൻ ആലോചിച്ചു എന്നുള്ളത് എൻ്റെ തോൽവി തന്നെയാണത്. അതിൽ ഞാൻ കുറച്ച് തകർന്നു. ഞാൻ മിണ്ടാതായി, സൈലൻ്റായി. എനിക്ക് പിന്നെ ഒന്നും ചെയ്യണമെന്ന് തോന്നിയില്ല. എനിക്ക് സോഷ്യൽ മീഡിയ വേണ്ടെന്നായിപ്പോയി. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഒരൊറ്റ ബൂസ്റ്റപ്പിലാണ് ഞാൻ വീണ്ടും വന്നത്. ഇന്നലെ മെനങ്ങാന്നും ഒക്കെ ഞാൻ പറയണം എനിക്കിത് വേണ്ട, എനിക്ക് താല്പര്യമില്ല, ഞാൻ ജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അവൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ല.
ഒരു ഫെയിമിലേക്കും എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ടൊന്നും ആക്കി കൊടുക്കുകയില്ല. അവരവരുടെ ലൈഫിൽ സക്സീഡ് ആയാൽ മതി. വേറെ ഒരു കൊണാപ്ലിക്കേഷനും എൻ്റെ കുഞ്ഞിന് വേണ്ട. പെറ്റ തള്ളയുടെ പ്രണാവേദനയാണ് നീ കണ്ടത്. അപ്പം ഞാൻ തെറി വിളിച്ചെന്നാ അവളെയാ? എനിക്ക് പ്രാന്തുണ്ടാ? എന്തു അടി കിടന്ന് അളവണേന്നല്ലേ ചോദിച്ചോളൂ. അത് ചോദിക്കൂലേ? വിച്ചെന്ന് അവളെ അമ്മയെ വിളിക്കുന്നതാണൊക്കെ അവൾ എന്നെ വിളിച്ചാ, അവളെ വാപ്പായ നാട്ടുകാരെ വിളിക്കുന്നതാണൊക്കെ എന്നെ വിളിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? എടാ ഞാൻ ചിരുന്ന ചോറ കണ്ട നിന്നെ പോലെ തീട്ടല്ല. അപ്പൊ ഞാൻ മറുപടി പറയും. മനസ്സിലായ? ആ കുട്ടി, ഈ 2 കുട്ടികളെ സ്കൂളിൽ പോയി അന്വേഷിച്ച് നോക്കുക എന്തെങ്കിലും രീതിയിലൊരു പ്രോബ്ലം ആ കുഞ്ഞുങ്ങളുടെ പേർ കൊണ്ടുവന്ന്. അവിടെ ഉണ്ട് ഷെഫീന. അമ്മ എന്ന രീതിയിൽ ഞാൻ സക്സസ് ആയത് എൻ്റെ മക്കളെ കാണിച്ചത് തന്നെയാണ്. ഞാനൊരു മകളാണെന്നുള്ള രീതിയിൽ സക്സസ് ആവുന്ന എൻ്റെ പെറ്റതളെ കാണിച്ചിട്ട് തന്നെയാണ്. എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ചോദിച്ചു നോക്കുക ഞാനൊരു വ്യക്തിയാണെന്ന നിലയിൽ എന്താണെന്ന്. എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കിയാൽ ഭാര്യയാണെന്ന നിലയിൽ ഞാൻ എന്താണെന്ന് അയാൾ തന്നെ പറയും. പിന്നെ നീ പുതിയ ഹസ്ബൻഡിനെ കാണിക്കണ്ടല്ലോ, പഴയ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ പോരെ. പിന്നെ 2 വിവാഹം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു, 4 പേർക്കൊപ്പം ജീവിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. തെളിവ് വയ്ക്കടാ. എന്നെ പോലെ തൻ്റെ ഇടമായിട്ട് എത്ര സ്ത്രീകൾ വന്ന് പറയോടാ എന്നെ ഒന്ന് ബയോളജിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്ക്, എൻ്റെ പേർക്ക് എത്ര പേര് കയറിയെന്ന് കാണാമെന്ന്. അതിനകത്തുണ്ടല്ലോ വേട്. പിന്നെ നിങ്ങളുടെ സദാചാരവാദമൊന്നും എനിക്കില്ല. എനിക്കങ്ങനെ ഒരു സദാചാരവാദവും ഇല്ല. അവൾ അവിടെ കാണിക്കുന്നതിന് സദാചാരവാദം എന്നല്ല ഞാൻ പറഞ്ഞത്. സദാചാരവാദമല്ല. അവർ കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ വയ്ക്കുന്നതും കിടക്കുന്നതും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പൊക്കി കാണിച്ചു കൊടുക്കുമ്പോൾ വിരലിട്ട് കൊടുക്കുന്നതും ഒന്നും ഞാൻ പറയുന്നില്ല. ബാത്റൂമിനകത്ത് കാണിക്കുന്ന സ്വയംഭോഗം ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല. ഇതല്ല ഞാൻ പറഞ്ഞത്. അവളിൽ ഒരു വിഷജന്തു ഒളിച്ചു കിടപ്പുണ്ട്. സിയ എന്ന് പറയുന്നവൻ്റെ പ്രേമിച്ചുകൊണ്ട് നടന്നപ്പോൾ ഉന്നാക്കായോടെ പ്രേമിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അഫ്സലിനെ വെച്ചിട്ട് ഇവിടെയോട്ട് കയറി വന്ന എഗ്രിമെന്റ് ഫിക്സ് ചെയ്തിട്ട് അവന്റെ കുടുംബം ഒന്നടങ്കം പ്രതികരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് വീണ്ടും ഗബ്രി. ഇനിയിപ്പോൾ അഫ്സൽ കളഞ്ഞിട്ട് പോലും ഗബ്രിയുടെ തലയിൽ തൂങ്ങും. ഗബ്രിയും സുഖമാണെന്നാണ് വിചാരം. ഒന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ ഗബ്രിയും തൂക്കി കളഞ്ഞ അടുത്ത ആളിന്റെ കൂടെ പോകും. അതൊരു നല്ല ടൈമല്ല. ഒരു പെണ്ണെന്ന നിലയിൽ അവൾ കൊടുക്കുന്ന ആൾ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ബാക്കിയുള്ള കുട്ടികളെയും ബാധിക്കും. എന്റെ വിഷയം അതാണ്. അതെന്റെ മാറ്ററാണ്. അവൾ അതിനകത്ത് തുണി പൊക്കി കാണിക്കുക, കൂടെ കിടക്കുക, ഉമ്മ വയ്ക്കുക, നക്കേ മുക്കേ എന്ത് വേണോ ചെയ്തോട്ട്. ഉപ്പില്ലാത്ത പിന്നെ ബിഗ് ബോസിനകത്ത് അവള് മൂക്ക് ചെളി ഇട്ട് കൊടുത്താൽ നല്ല ഉപ്പ് ടേസ്റ്റ് ചെയ്യാമല്ലോ. അവളെ കൊണ്ട് ചായ ഇടിക്കുക, അവളെ കൊണ്ട് ചോറ് വെപ്പിക്കുക. നല്ല ഉപ്പുള്ള സാധനം അവള് പിഴിഞ്ഞൊഴിക്കും. അതല്ലേ നല്ലത്. തിന്നട്ടെ, എനിക്കതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ധൈര്യസമേതം ഒരു വ്യക്തിക്കെതിരെ ഒരു കാര്യം പറയുമ്പോൾ ആ സാധനത്തിന് നിനക്ക് പറയാൻ ധൈര്യമില്ലായ്മയും നിന്റെ പ്രൊഫഷണൽ ജലസിയും കൊണ്ട് നീ എൻ്റെ തലയിൽ കയറരുത്. നിനക്ക് നല്ല പ്രൊഫഷണൽ ജലസിയാണ്. ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും സായി കൃഷ്ണൻ നിനക്കെതിരെ വായി തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് അവന് ശത്രുതയുണ്ട്. ഞാൻ 24 മണിക്കൂർ അവനെ പറയും, അവൻ എന്നെയും പറയും. അത് ന്യായമായ ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഗോഷ്ടിയാണ് ഞങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അവൻ എന്നെ ഫോൺ വിളിച്ച് പറയുന്ന സമയത്തും ആദ്യത്തെ സമയം തൊട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യും ഇത്. അവനത് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അവൻ എന്നെ കോംപ്രമൈസ് ചെയ്യും. എന്നിലെ അമ്മയാണ് അവനോട് സംസാരിച്ചത്. എന്നിലെ അമ്മ. കാരണം അവൻ എൻ്റെ മകനെതിരെ ഇട്ട വീഡിയോ ദിവസവും രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കാണുന്നോളാണ് ഞാൻ. എൻ്റെ കുഞ്ഞിനെ പറ്റി പറയണത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഞാൻ ഇരുന്ന് കാണുന്ന ഒരു സാധനമാണത്. എനിക്ക് എന്തെങ്കിലും അവനൊരു പണി കൊടുക്കണമെന്ന് തോന്നി അവനായി വന്ന് എൻ്റെ പുലിക്കുട്ടി ചാടിത്തന്നു. അത്രേ ഉള്ളൂ. അതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നിനക്കെന്തടാ അവനോട് വിഷമം? അവൻ നിന്നെ പിടിച്ച് കടിച്ച? അവന് അങ്ങനെ ചുറ്റും അത്രയും പേര് നിപ്പുണ്ട്, അത്രയും പേര് അവന് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അവർ കൊണ്ട് കൊടുക്കുന്നു, അവൻ അത് അവതരിപ്പിക്കുന്നു. അവനൊരു അവതാരകനായിട്ട് നീ കൺസിഡർ ചെയ്യും. നീ അങ്ങനെയല്ലല്ലോ അവനെ പറയുന്നത്. നിനക്ക് 24 മണിക്കൂർ അവനെ കുറ്റം പറയാനേ നേരമുള്ളൂ. എന്തുകൊണ്ടാണ്? പ്രൊഫഷണൽ ജലസി. നീ ജാസ്മിന്റെ മറ്റൊരു ലെവലാണ്. അതുകൊണ്ടാണ് നിനക്ക് ജാസ്മിനോട് സപ്പോർട്ട് വരുന്നത്. മനസ്സിലായ? ഇത്രയും മനുഷ്യർക്ക് മനസ്സിലായ ഒരു കാര്യം നിനക്ക് മനസ്സിലാകാതെ പോകുന്നത്, നിനക്ക് സപ്പോർട്ടീവായി തോന്നുന്നതിന്റെ റീസൺ പ്രൊഫഷണൽ ജലസി എന്ന് ഞാൻ പറയും. അത് കൃത്യമാണ്. എൻ്റെ കാര്യത്തിലേക്ക് നീ തലയിട്ട് വെച്ചപ്പം ഞാൻ തെറി വിളിച്ചു എന്ന് നീ പറഞ്ഞൊരു സാധനത്തിൽ നീ എത്രത്തോളം മ്ലേച്ഛനാണെന്നുണ്ട്. 8-9 ആൾക്കാർ അപ്പുറം ഇപ്പുറം നിന്നോണ്ട് പച്ചയ്ക്ക് എന്നെ അപരാധം പറയുകയാണ്. നീ ക്യാപ്ഷൻസ് കണ്ടില്ലേടാ? ഞാൻ അവന്മാരാരെങ്കിലും അറിയോ? ഈ ജട്ടി ജിനുവിനെ എനിക്ക് അറിയോ? ഞാൻ അവനുമായിട്ട് എന്ത് പ്രശ്നം? റോബിനെ നല്ലത് പറഞ്ഞതാ. നിന്നെപ്പോലൊരു ഇതുപോലെ കാര്യം പറയുന്ന ഒരാൾ തന്നെയാണ് ഞാനും. എനിക്ക് തോന്നിയ സബ്ജക്റ്റ് ഞാൻ പറയുന്നു. അപ്പൊ റോബിനെ പറയരുതെന്ന് പറഞ്ഞാൽ റോബിനെ ആദ്യം വഴക്കുണ്ടാക്കിയത് ഞാനാണ് ദിൽഷയുടെ വിഷയത്തിൽ. അങ്ങനെ അല്ല എന്ന് എനിക്ക് എക്സ്പ്ലനേഷൻ വന്നപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞു. അത്രേ ഉള്ളൂ. എനിക്ക് ആ ദിൽഷയുടെ വിഷയത്തിൽ ഇന്ന് റോബിനോട് താല്പര്യമില്ല. അല്ലാത്ത വിഷയത്തിൽ എനിക്ക് റോബിനെ താല്പര്യമാണ്. ഒരു കാര്യം കാണുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്പോഴുള്ള സബ്ജക്റ്റാ പറയുന്നത്. നിനക്ക് മല്ലു ട്രാവലിനെതിരെ സംസാരിക്കാൻ പറ്റിയോ? ഈ മല്ലു ട്രാവലിന്റെ കേസ് വന്നപ്പോൾ വീഡിയോ ഇട്ട 2 വ്യക്തികൾ ഞാനും അറേബ്യൻ കുണ്ടനുമാണ്. ഈ അറേബ്യൻ കുണ്ടനും ഞാനും കൂടെ കോട്ടി പിടുത്തതിന് അങ്ങേയറ്റമായിരുന്നു. അതിനുശേഷം ഒരു വിഷയം അവൻ്റെത് ഞാൻ എടുത്തോ, അഭിസാരിക നമ്പർ 1 എനിക്കെതിരെ അവരിട്ട ക്യാപ്ഷനാ. പക്ഷെ അതിനുശേഷം ഒരു സാധനം ഞാൻ അവൻ്റെത് എടുത്തില്ല. അവിടെ എന്തുകൊണ്ട് എടുത്തില്ലെന്നറിയാമോ? അവന് വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഈ ഒരൊറ്റ വിഷയത്തിൽ. ബാക്കിയുള്ളവർ എന്തോ പറയട്ടെ, അവൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു ഇവൻ ഫ്രോഡാണെന്ന്. ആ ഒരൊറ്റ സാധനത്തിൽ അവൻ ബാക്കി എന്ത് മാനിപ്പുലേഷൻ എനിക്കത് വാനിഷായി. ഞാനും അവനും മാത്രമേ ഈ മല്ലു ട്രാവലിനെതിരെ സംസാരിച്ചിട്ടുള്ളൂ.
അതുകൊണ്ടാണ് എൻ്റെ 2 വീഡിയോ അവൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ അവന് സ്ട്രൈക്ക് കൊടുക്കാതിരുന്നത്. അവൻ നിന്നോണ്ട് പോട്ടെ, നിലനിൽക്കട്ടെ. അവന് കാര്യങ്ങൾ പറയാനുള്ള ഗഡ്സ് ഉണ്ടല്ലോ. എവിടെ ഇരുന്നിട്ടാണെങ്കിലും ആ ഗഡ്സോട് കൂടി ആ കാര്യം അവതരിപ്പിച്ചല്ലോ. ഇസ്ലാമിയത്ത് തലയെ കയറിയിട്ട് ഈ മല്ലുവിനെ പോലെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാനും അവന് മാത്രമേ പറഞ്ഞോളൂ, നീ എവിടെ പോയിരുന്നു? നീ ചത്ത, എൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയ, അത് നീ പ്രത്യേകതര സാധനങ്ങളെ നീ ആര് സോണിയാഗാന്ധി ലെവലിലോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ലെവലിലോ ഒക്കെ ഉള്ള ആളുകളെ നീ എടുക്കുവോളാ? നീ വേറൊന്നും എടുക്കത്തില്ലേ? നീ വേറെ ഒരു സാധനം എടുക്കത്തില്ലേടാ? നീ ഈ സമകാലിക വിഷയങ്ങൾ തന്നെയല്ലേ നിന്റെ സബ്ജക്റ്റ്? അതിനകത്ത് ഒരു മരണം നടന്നാൽ ആ റിപ്പോർട്ട് നീ എടുത്തോണ്ട് വരത്തില്ലേ? ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും മനുഷ്യർ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, നിന്ന് വെട്ടുന്നു, ഞാൻ തനിച്ച് നിന്ന് വെട്ടുന്നു. ഹൂം യു ടാക്കിംഗ് അബൌട്ട് ട്രിവിനോൾ? അത് നിങ്ങൾക്കല്ല, പറഞ്ഞവനിക്ക് മനസ്സിലാകും. വെറുതെ ഇരുന്ന് എന്നെ ചൊറിഞ്ഞതാണ്, വെറുതെ ഇരുന്ന് എന്നെ ചൊറിഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു പറയുന്നതൊക്കെ കേൾക്കണം. നമുക്കൊന്നും ആ വശത്തേക്ക് നോക്കാനാവില്ല. പിന്നെ ചീച്ചി ബേബ അങ്ങോട്ട് നോക്കിയ ഉടനെ അവനെ ആരോ കടിച്ച്. എടാ, വ്യക്തിത്വം എന്ന് പറയുന്നത് അവനവന്റെ നാക്കിലുണ്ടായിരിക്കണം, മനസ്സിലായില്ല? നീ പറയുന്ന വാക്കുകളിൽ നിന്റെ വ്യക്തിത്വം എന്തെന്ന് ഞാൻ അളന്നെടുക്കും. ബിക്കോസ് ഞാൻ ഫേസ് സൈക്കോളജി പഠിച്ചോളാം. 22 വർഷം പ്രവാസിയായി ജീവിച്ച എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സിംഗിളായി നിന്ന് ഞാൻ തനിച്ച് നിന്ന് ആ കുട്ടികളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് അതിനകത്തുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ച് അലക്കുന്ന അലവലാദികൾക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഞാൻ തയ്യാറാകാത്തത് എടുത്തോളം നിനക്ക് ആ കഥ അറിയത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് പറയേണ്ട ഒരു ആവശ്യകതയുണ്ട്, എനിക്കത് ഇഷ്ടമാണ്, പറയണമെന്ന്. പക്ഷേ അത് ഞാൻ പറയാത്തടുത്ത് നിനക്ക് എൻ്റെ ഒന്നും അറിയത്തില്ല. ഒന്ന് അന്വേഷിക്കുകയെങ്കിലും, അതാണ് അഡ്രസ്സ് വരുന്നത്, ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുക, എന്താണെന്ന് അപ്പം മനസ്സിലാകും. അനാവശ്യമായി ആവശ്യമില്ലാത്ത ജയത്തിന് വേണ്ടിയിട്ട് എന്നെ വലിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫ് വളരെ വൾഗറായി അവതരിപ്പിക്കുന്ന നാറികൾക്ക് ഞാൻ അഡ്രസ്സാ തരുന്നത്, പോയി അന്വേഷിക്കാനാണ് പറയുന്നത്. ഒരു ബ്ലാക്ക് മാർക്ക് അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് ഞാനുണ്ട്. ഒരു രീതിയിലുള്ള ഒരു ഇതിലും പോയി ചാടാത്ത എന്നെ അനാവശ്യമായി ഈ പ്രശ്നത്തിലേക്കൊക്കെ വലിച്ചു കൊണ്ടിടുന്ന ഇത്തരം ചെറ്റകൾക്ക് ഇതേ ഉള്ളൂ മറുപടി. നീ നിന്റെ കാര്യം നോക്കി, നിന്റെ ഇത് കൊണ്ടു നോക്കി, നിന്റെ പ്രൊഫഷണൽ ജലസി എൻ്റെ അടുത്ത് കൊണ്ടൊന്ന് കയറ്റണ്ട. 2-3 മാസം കഴിയുമ്പോൾ ഞാൻ ഈ സുന നിർത്തി എൻ്റെ വാർഡ് നോക്കി പോകും. നീ എന്നെ രാജാവ്, നീ തന്നെ ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് കേട്ടാ. പിന്നെ തെറി, നിന്നെ ഞാൻ ചെവിക്കൽ ഉളക്കൊരെണ്ണം തന്നാൽ നീ തെറി വിളിക്കോ ഇല്ലയോ? അത് നീ കൊണ്ടിട്ട് അയ്യോ അങ്ങനെ പ്രഹരിക്കരുതേ, എനിക്ക് നോക്കുന്നു എന്ന് പറയോ? എടാ, അങ്ങനെ പറയോ നീ? തെറി പറയേണ്ടടുത്ത് തെറി തന്നെ പറയും. പിന്നെ പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര ഇത്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ബിഹേവിയർ വേറെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ കൂടുതൽ ഹാർഷായി ക്യാമറയ്ക്ക് മുന്നിലാണ് ഞാനുള്ളത്. നേരിട്ട് ഞാൻ ഇങ്ങനെയൊന്നുമല്ല. ഈ രീതിയിലൊന്നും ഞാൻ ആരോടും വൾഗറായിട്ട് ഞാൻ പെരുമാറാറില്ല. എൻ്റെ ചുറ്റുമുള്ള ഒരാൾ പോലും അത് പറയത്തില്ല. വളരെ സ്നേഹമായിട്ടേ സംസാരിക്കാറുള്ളൂ, വളരെ കെയർഫുള്ളായിട്ട് ഞാൻ സംസാരിക്കാറും പ്രവർത്തിക്കാറുള്ളൂ. എൻ്റെ പിന്നെ തെറിവിളിയുടെ ഏറ്റവും നല്ല മെറിറ്റ് വശമാണ് ഞാൻ നിങ്ങളോട് പെൺകുട്ടികളോട് പറയാനുള്ളത്. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവന്മാർ എന്നെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തുള്ളൂ, അവന്മാർ ഭയപ്പെടുന്നത് സ്ത്രീകളായ നിങ്ങളുടെ നാക്ക് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഒരാൾ പോലും ഒരു വാട്സപ്പിൽ പോലും ഒരു മോശം മെസ്സേജ് അയക്കില്ല. ഓൺസ് അയച്ചാ 9 വട്ടം അവൻ ഇനി ഒരാൾക്ക് അയക്കാൻ ചിന്തിക്കും. ഞാൻ ആ മാതിരി റിയാക്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ നമ്പർ എവിടെ പറയണം എനിക്ക് ഒരു പേടിയില്ല, ഒരു പ്രോബ്ലവും ഇല്ല. ഒരു പഞ്ചാരയടിയും ഒരു സോഫ്റ്റ്നെസ്സും ഒന്നും എൻ്റെ മറുപടിക്ക് ഉണ്ടാവില്ല. നമ്മൾ പോകുന്നുണ്ടല്ലോ, ഇപ്പം ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയത്തായിരുന്നാലും എപ്പോഴായിരുന്നാലും തന്നെ എന്നെ ഒരാളും ടീസ് ചെയ്യാൻ വരാറില്ല. ഒറ്റ നോട്ടത്തിൽ നിൽക്കുമോ നിന്ന് മുള്ളും, അല്ലെങ്കിൽ നിന്ന് മുള്ളിക്കും. ഞാൻ ആ മാതിരി ഞാൻ കൊടുക്കും. ആ ഗഡ്സ് പെൺകുട്ടികൾക്ക് ഉണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണ പലരും എൻ്റെ അടുത്ത് ഈ മുസ്ലിം മതവിശ്വാസികൾ മിക്കവാറും പറയണം കുടുംബം കലക്കിയെന്ന്. തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങൾ കലങ്ങാനുള്ളതാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അവർ കൊണ്ടു കിടക്കുന്ന മുഴുക്ക അടിമകളെയാണ്. നിങ്ങൾ അടിമകളല്ലെന്ന്, നിങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവണമെന്ന് പറയുന്ന സ്ത്രീയാണ് ഞാൻ. അതിന് ഞാൻ കുടുംബം കലക്കിയെന്ന് പറഞ്ഞാൽ ആ കുടുംബം കലക്കൽ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കുടുംബത്തിലെ പെൺകുട്ടികളൊക്കെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് കുടുംബത്തോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, വ്യക്തിത്വത്തോട് നിൽക്കുന്നുണ്ടെങ്കിൽ, സ്വയം പര്യാപ്തരായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഞാനുണ്ടെന്നാണ് എനിക്ക് അതിനകത്ത് അഭിമാനമേ ഉള്ളൂ. അങ്ങനെയല്ല എന്നെ തെറിക്കാരിയാക്കി ലേബലൈസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ നീയും കൂടെ അതിന് കൂട്ടുപിടിച്ചാൽ, കഥ അറിയാതെയാണ് നീ പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഈ കഥ അറിഞ്ഞിട്ട് നീ അത് പറയുകയാണെങ്കിൽ നീ എന്നെ ഇപ്പുറത്ത് പ്രതീക്ഷിച്ചോടാ, നീ ഇപ്പുറത്ത് പ്രതീക്ഷിച്ചോ. അപ്പം നിനക്കറിയാം ഞാൻ എന്താണെന്ന്. ശരിക്കും നിനക്ക് ഞാൻ മനസ്സിലാക്കി തരും. നിനക്ക് അവളെ പേടിയാണ്, ജാസ്മിനെ പേടിയാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പെട്രാ ബോക്സ് പറയുന്നുണ്ട്, ജാസ്മിൻ പുറത്തേക്ക് വന്നാൽ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും, ഇവരെയൊക്കെ സോപ്പിടും, ഇവരെയൊക്കെ മാറ്റി പിടിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ആ സാധനം തന്നെയാണ് നിന്റെ ഉള്ളിലും ഉള്ളത്. നിനക്കും ആ ടെൻഷനാണ്, നീ ടെൻഷൻ അടിച്ചോ, നല്ലപോലെ ടെൻഷൻ അടിച്ചോ. പക്ഷെ അതെൻ്റെ തലയെ കൊണ്ടുവയ്ക്കാൻ നിൽക്കേണ്ട കേട്ടാ. ഇത്രയും ഞാൻ നിർത്തുന്നത് എന്തെന്നറിയാം, എനിക്ക് ഭയങ്കര വയലന്റ് ആയതാണ്. ഇത്രയും നേരം ഞാൻ വരാതിരുന്നതും വന്നാൽ ഭയങ്കര ഓവറായിട്ട് പറയുമെന്നുള്ളത് കൊണ്ടും കൺട്രോൾ ചെയ്തത് കൊണ്ടുമാണ് ഞാൻ ഇത്രയിൽ നിർത്തുന്നത്. എൻ്റെ മകൻ പറഞ്ഞത് കൊണ്ടാണ്,
എൻ്റെ മകൻ പറഞ്ഞത് കൊണ്ടാ. അവൻ നിന്നെ വല്ലാതെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. നിന്റെ എല്ലാ ഇതും മെനക്കെട്ടിരുന്ന് കാണുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ കുഞ്ഞു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയിൽ നടത്തുന്നത്. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടേ, ഞാൻ ഫുൾ അന്വേഷിച്ചെടുക്കുന്നുണ്ട് നിന്നെ. എന്നിട്ട് തന്നെ അമ്മ നമുക്കൊന്ന് നേരിട്ട് കാണാമേ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ഇതിനകത്ത് വന്ന് നിന്റെ നമ്പർ ഒന്നിട്ട് നമുക്ക് നേരിട്ടൊന്ന് കാണാം. റെക്കോർഡിങ് തേങ്ങയൊന്നുമില്ലടാ, നേരിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ പറഞ്ഞതെന്ന്. വീണ്ടും ഞാൻ റിപ്പീറ്റ് പറയുന്നു, അസ്ലാം ആളിയെ ഞാൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നു. കളിയാക്കി, അവളെ ജുഞ്ചുക്കായ വെച്ച് കളിയാക്കി ഞാനൊരു വീഡിയോ ചെയ്യുന്നു. നല്ലൊരു വീഡിയോ ചെയ്തിട്ട് ആ കൊച്ചു കണ്ടിട്ടില്ല. അവൾ എനിക്കെതിരെ ജംഷീറിന്റെ പച്ചപ്പോക്രത്തരം എടുത്ത് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ കണ്ട ഞാൻ അവളുടെ ഉമ്മ ഇതുപോലെയാണ് എങ്കിൽ ഞാനും ഇതുപോലെയാണെന്ന് തിരിച്ച് വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോ കണ്ട അവൾ ഉടനെ എന്നെ വിളിച്ചിട്ട് അവളുടെ ഉമ്മ ഉൾപ്പെടെ ആ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ എന്നെ വിളിച്ച് സോറി പറയുന്നു. ജുംജുക്കയും അവളും അവളുടെ ഉമ്മായും ഒക്കെ സോറി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിട്ടു, ആ വിഷയം വിട്ടു. അത് ഡിലീറ്റ് ചെയ്യട്ടോ ഇത്താന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. അവൾ അത് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. എൻ്റെ ചാനൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനോടൊപ്പം നിന്ന് പ്ലേ നടത്തിയ അസ്ലാം ആളിക്ക് ജാസ്മിൻ തന്ന മറുപടിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അസ്ലയെ വിടരുത്, അസ്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ അവൾ പൂട്ടിക്കും, നിങ്ങൾ സൂക്ഷിച്ചോ. എന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞെന്നാ നിങ്ങൾ വിചാരം? അല്ല, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. ജാസ്മിൻ എന്നെ വിളിച്ച് പറഞ്ഞത് അസ്ലയ്ക്കെതിരെ ഞാൻ നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളിലൊക്കെ കട്ടത്തിൽ കളിച്ച് റസീന ഇവിടുന്ന് പിണങ്ങിപ്പോയ ഉടനെ, റസീനയുടെ അവിഹിതം ഞാൻ വെളുപ്പിച്ചില്ല എന്ന ഉടനെ റസീനയെ വിളിച്ചിട്ട് റസീനയുടെ ചാനലിൽ കൂടെ എന്നെ തെറി വിളിച്ചത് ജാസ്മിൻ. എന്ത് കാര്യം? അവളുടെ പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ തെറി വിളിപ്പിച്ചേ? എന്താ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചേ? അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നില്ലേ? ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മിണ്ടാണ്ട് കുത്തിയിരിക്കുക കേട്ടാ. പിന്നെ നമുക്ക് ആ സൈഡിലേക്കേ പോകാം. പിന്നെ നീ അംബാനിയുടെ കൊച്ചുപോയി, നിന്റെ കാലിന്റെ ഇടയിലേക്ക് ആളുകൾ അങ്ങോട്ട് വരാൻ. നീ പറയുന്ന വിഷയമൊക്കെ അങ്ങ് ഭയങ്കര സംഭവങ്ങളാ. അംബാനി ആജ്തക് ടി വിയിൽ നടക്കുന്ന സാധനങ്ങളാ നീ എഴുന്നള്ളിക്കുന്നത്. അയ്യോ, ഞങ്ങളങ്ങ് വിശ്വസിച്ചാ പോരെ? ആജ്തക് ടി വി നീയും സിമിലറാ, സമ്മതിച്ചാൽ പോരെ? ശശി തരൂരിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ചോദിച്ചാൽ മതി, ഷെഫീനായി അറിയുമെന്ന്. അപ്പൊ പറഞ്ഞുതരും, ഏകദേശമൊക്കെ ഐഡിയ പറഞ്ഞുതരും. അപ്പൊ നിനക്ക് ലെവൽ ഏകദേശം പിടി കിട്ടിയില്ലേ? ആ സർക്കിളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെയൊക്കെ പേജ് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പോക്കർത്തരവും ചെറ്റത്തരവും ഷെഫീനായി പറയുന്നതിന് 10 വട്ടം ആലോചിച്ചോ നീ കേട്ടോ, 10 വട്ടം ആലോചിച്ചോ. നീ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ ഈ ചാനൽ നോക്കി ഇരുന്നിട്ട് കൊണ എന്ന് പറയുന്ന കണക്കല്ല ഷെഫീന ഇത് എപ്പോഴും പറയുന്നു. എത്രയാണ് റവന്യൂ എന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, നോക്കാൻ പോണൂല്ല. ആഴ്ച ഒരിക്കൽ മോനാ വന്ന് പറയാം, മമ്മി ദേ ഈ റവന്യൂ ഇത്രയുണ്ട് എന്ന് പറയണത് എൻ്റെ കുഞ്ഞാ, ഹാൻഡിൽ ചെയ്യുന്നതും എൻ്റെ കുഞ്ഞാ. അതല്ലാതെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് അവൻ പറയും. ഈ ചാനൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ കുട്ടികളാണ്. ഇനിയെങ്കിലും മിണ്ടാതെ ഒരു കുത്തുമൂലേക്ക് ഞങ്ങൾക്ക് വല്ല ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ, നല്ല കാര്യമായിട്ട്. ചോറും കറിയും അല്ലാതെ വേറെ എന്തെങ്കിലും ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ. എനിക്ക് ടൈം കിട്ടുമെങ്കിൽ ഞാൻ അതാ ചെയ്യുക. അപ്പൊ അവരങ്ങനെയാ സമാധാനിച്ചത്. അതാണ് എൻ്റെ കുടുംബം. അല്ലാതെ ചാനൽ പോയ ഉടനെ സൂയിസൈഡ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന നിന്റെ കുടുംബം പോലെയല്ല എൻ്റെ കുടുംബം. അപ്പൊ വ്യത്യാസം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജെന്യുവിനായി നിന്ന് കാര്യങ്ങൾ അപഗ്രഥിച്ചും മനസ്സിലാക്കിയും പറയാൻ കഴിയുന്നത്. അല്ലാതെ നിന്നെ പോലെ അയ്യോ ഇവരെന്ത് പറയും, കമന്റ് നോക്കിയിട്ട് അയ്യോ ഇത് കമന്റിൽ പ്രശ്നമാണല്ലോ എന്നാ മാറ്റി പറയാം. ആ ടൈമല്ല. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, പറഞ്ഞതിൽ നിലപാടോടുകൂടി നിൽക്കണം. പിന്നെ തെറി വിളിച്ച് എന്നാൽ തെറി വിളിക്കാരി എന്നുള്ള ലേബൽ നിങ്ങൾ ആരടിക്ക് ചേർത്ത് തന്നാലും എനിക്കത് പ്രിവിലേജാണ്. ഞാൻ തെറി വിളിക്കും. ഞാൻ പെൺകുട്ടികളോട് പറയണതോ അതാണ്, തെറി തന്നെ വിളിക്കുക. കാരണം ഇവർക്ക് മറുപടി അടി കുടിയല്ല, തെറി തന്നെയാണ്. പാച്ചയ്ക്ക് കൊടുത്തേക്കുക. അപ്പൊ പിന്നെ ശല്യത്തിന് വരത്തില്ല. ധൈര്യമായിട്ട് അത് തന്നെ പറയാം. അയ്യോ ചാനൽ നിർത്തരുത് പുഷ്പലത. മാല വാങ്ങിച്ചങ്ങൾ അയച്ചു തന്നില്ല, എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന മാലയാണ് കേട്ടോ. നിങ്ങൾ മാല വാങ്ങിച്ച് അയച്ചു തന്നാലേ വേറെ മാല ഇട്ടുള്ളൂ. ഓക്കെ, കം ഡൗൺ. ആ വിഷയം സ്റ്റോപ്പാണ്, വിട്ടേരാ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടാണ് കേട്ടോ. അങ്ങ് ഒരു വക അറിയാത്തതുപോലെ ഒരു അഭിനയമാണ്. സർവ്വതും കുത്തിയിരുന്ന് നോക്കും, എല്ലാം കുത്തിയിരുന്ന് നോക്കും, എന്നിട്ട് ഒന്നും അറിയാത്ത കണക്കൊരു അഭിനയമാണ്. അതാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. എല്ലാം അറിയാം, എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. എപ്പോഴും ഷെഫീനായി ഒന്ന് കുറ്റപ്പെടുത്തി വെക്കണം. എന്താ അവൾ വരുമ്പോൾ കവച്ച് തരാന്ന് പറഞ്ഞാ തന്നെ ഞാൻ അവളവിടെ കിടക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ആരും ഇല്ലാതെ നിൽക്കുമ്പോൾ നിനക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടാ, അതിന് വേണ്ടിയിട്ടാണ് നീ ഇത്ര പൊക്കി കൊണ്ടുപോകണത്. നീ എടുത്തോടാ, നീ കൊണ്ടുപോയിക്കോടാ. പുരോഗമനവാദികൾക്ക് പറ്റിയ സാധനമാണ് ആ ചരക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന പുരോഗമനവാദവും ഫ്രീ സെക്സും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. അത് കൊള്ളാം, നീ കൊണ്ടുപോയിക്കോ. പുരോഗമനവാദികളുടെ മെയിൻ മോട്ടോ എങ്ങനെ? നിങ്ങൾ പറയുന്ന സോക്കാൾഡ് പുരോഗമനവാദികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, യുക്തിവാദികളുടെ കാര്യമില്ല. സോക്കാൾഡ് പുരോഗമനവാദികൾക്ക് ഒരു രീതിയുണ്ട്. രാത്രി ബൈക്കിൽ സഞ്ചരിക്കുക, ആണുങ്ങളുമായിട്ട് സെക്സ് ചെയ്യുക, പിന്നെ കണ്ടടമൊക്കെ നിരങ്ങി നടക്കുക. ഇതാണ് നിങ്ങളുടെ പുരോഗമനവാദം. സത്യം പറഞ്ഞാൽ പഴയകാല വസന്തമെന്ന് നീ കളിയാക്കുന്നുണ്ടല്ലോ, അത് നീയും നിന്റെ തള്ളയുമാണ്. പഴയകാല വസന്തങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ പുരോഗമനവാദം വരുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ പുരോഗമനവാദമല്ല. മനസ്സിലായ? എല്ലാവർക്കും തോന്നുന്ന ഒരു സ്വാഭാവിക സാധനമാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആൺകുട്ടികളെ തേക്കുന്ന ഒരു രീതിയുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സോഷ്യൽ ഈവിളാണത്, പരസ്പരം തേപ്പ്.
ഇട്ടിട്ട് പോക്ക്. ഇവിടെ ഒരുത്തി കടന്ന് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ എവിടെ, എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ എവിടെ എന്ന് കരയണം നീ കണ്ടില്ലേ? വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടാ? ഞാനൊക്കെ ഡിവോഴ്സായ സ്ത്രീയാണ്. എനിക്ക് ചുറ്റുമുള്ള എത്രയോ പെൺകുട്ടികൾ ഡിവോഴ്സായി. കൊച്ചിൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് കരയുന്ന. കൊച്ചിനെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അതിനെ വളർത്താനുള്ള ധൈര്യം എനിക്കുണ്ടാവും. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അമ്മയാവുക എന്ന് പറയുന്ന ധൈര്യത്തോടു കൂടി അത്രയും ഫേസ് ചെയ്ത് അമ്മയാവുന്നെന്ന് പറയുന്നത് ചുമ്മാ അങ്ങോട്ട് തൂറിയിടുമ്പോൾ മാത്രമുള്ള ഫീലിംഗ് അല്ലടാ. അതിനെ വളർത്തി ഒരു പരുവമാക്കി അത് ആപ്റ്റാക്കി അതിൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്ത് അതിനെ സെറ്റിലാക്കി കൊടുക്കുന്നവൾ അമ്മ. അല്ലാതെ കൊച്ചിന്റെ അച്ഛൻ എവിടെ, അച്ഛൻ എവിടെ, എവർ ഈസ് മൈ അച്ഛൻ, കൊച്ചിന്റെ അച്ഛൻ. തന്തയ്ക്കാണ് വലിയ തന്തയ്ക്കാണ് മൂല്യം എന്ന് പറയുന്ന സൊസൈറ്റിയുടെ തേർഡ് റേറ്റ് തോട്ടും കൊണ്ട് നടക്കുന്നവളല്ല ഷെഫീന. അതിന്റെ ആവശ്യമില്ല. ഞാൻ സുഖിച്ചു, എനിക്ക് കിട്ടി, എൻ്റെ കുഞ്ഞ് ഓണറുണ്ട്, വേണമെങ്കിൽ വരട്ടെ, ഒരു നിർബന്ധവും ഇല്ല. തന്നാലും ഇല്ലെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കൊടുക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. പഞ്ചായത്ത് മുഴുക്ക കയറി ഇറങ്ങുന്ന കണ്ടു വളർന്നവർക്ക് അത് ഞാൻ പറയണ മനസ്സിലാവത്തില്ല. അതിന് എന്നോളം വളരണം, മനസ്സിലായില്ലേ? ആ ബോധം എന്നോളം എത്തണം. എത്താത്തവർക്ക് ഞാൻ പറയണത് പിടികിട്ടത്തില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മളെ കമൻ്റ് ഒന്ന് വായിക്കട്ടെ. മാല വാങ്ങിച്ചാൽ എവിടെ കൊണ്ടുതരും? എന്നെ പൊട്ട് വെച്ചില്ല, പൊട്ടൊക്കെ തീർന്നടേ. എന്നും ഡെയിലി ഒരു പൊട്ടും ബാത്റൂം നിറച്ച് പൊട്ട് ഊരി വെപ്പുവാണ് എൻ്റെ പരിപാടി. ഇപ്പോൾ പൊട്ട് വെക്കുന്നില്ല, കുറച്ച് ദിവസത്തേക്ക് പൊട്ട് വെക്കേണ്ടെന്ന് വെച്ചു. ഉമ്മച്ചിയെ സോപ്പിടണ്ടേ? മൊയമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ വരെയല്ലേ, ഇനി പൊട്ടൊക്കെ വെച്ചോണ്ടിരുന്ന അമ്മച്ചി പറയും ഈമാനില്ലാത്ത നിനക്ക് ഞാൻ തരൂലാന്ന്. അത് വേണ്ടല്ലോ. ഹായ് ഷെഫി, ചാനൽ നിർത്തരുത് കേട്ടോ. അവിടെ മടുത്തടേ, സത്യമായിട്ടും ഐ എം സീരിയസ്ലി ടെല്ലിങ്. എനിക്ക് ഞാനിത് തുടങ്ങിയതിൻ്റെ റീസൺ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇനി ഫേസ്ബുക്കിൽ അങ്ങനെ എഴുത്തുകളൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് സത്യമായിട്ടും മടുത്തിട്ടാണ്, വയ്യ, ഇഷ്ടമില്ല എനിക്ക്. അതാണ് ഇപ്പോൾ എനിക്ക് വേറെ പണിയുണ്ട്, മടുത്തിട്ടാണ്. ഐ ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റൊരു ഇതും കൊണ്ട് ഒരു ടേമും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊന്ന് സക്സസ് ആയി വന്നാൽ ഈ മാസത്തോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കോംപ്രമൈസ് ആവുകയാണ്. ദെൻ കംഫർട്ട് സോണിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് വേറെ ചെയ്യുന്നത്? എന്തിനീ വിറ്റുകളവായിരിക്കണം? ഇതൊന്ന് നന്നാവണ കേസ് കിട്ടുകയല്ല, വെറുതെ എന്തിനാ? ഈ പ്രൊഫഷണൽ ജലസി കൊണ്ടൊരു ചെറുക്കരുന്ന് പറയുന്ന കേട്ടില്ല, ഞാൻ ചീത്ത വിളിക്കുന്നു, അവൻ്റെ തന്തയെ വിളിച്ചെന്ന്. ഇനി നീ പറയടാ, ഇനി എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി നീ എന്നെ ചീത്ത വിളിക്കാരി എന്ന് പറഞ്ഞാൽ ഐ ആം വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലേ നീ പറയണത്? നീ കേട്ടിട്ടില്ലായിരുന്നല്ലോ എൻ്റെ തെറി. ഈ പറഞ്ഞവന്മാരൊക്കെ തന്നെ മാറ്റി പറഞ്ഞില്ലേ ഞാനാണ് ശരിയെന്ന് കേട്ടവരൊക്കെ തന്നെ വന്ന് മാറ്റി പറഞ്ഞില്ലേ? എന്നിട്ട് നിനക്ക് ബോധം വന്നില്ല? കഷ്ടം. അയ്യോ പാവം, കണ്ടാൽ തന്നെ പാവം തോന്നുന്നു കേട്ടോ, കഷ്ടം തോന്നുന്നു. അഭിനയിച്ചോ. അഭിനയം ഒരു കലയാണ് മോനെ, അത് അഭിനയിക്കണം. നമ്മൾ സൊസൈറ്റിയിൽ നല്ലൊരു പേരൊക്കെ എടുക്കണം. വേലി ചാടിയ പശുവിന് കോല് കൊണ്ടുവരണമെന്ന് കേട്ടിട്ടില്ലേ? ഷെബീനാക്ക് നേരെ കൈ ഓങ്ങിയവർക്കൊക്കെ പണി കിട്ടിയിട്ടുമുണ്ട്. ആ പണി നിനക്കും ഉണ്ട്. വെയിറ്റ്, അത് ഞാനായിട്ട് തരണ്ട എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്ന. പിന്നെ നീ പറഞ്ഞു കഴ്സ് ചെയ്യുന്നാരും. എടാ, ചില കഴ്സ് ബാധിക്കുമെടാ. ഒരാളെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സൈഡിൽ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ കയറി ഞോണ്ടിയാൽ അത് കഴ്സാണ്, അത് കിട്ടും, അത് ബാധിക്കും. 100% നീ നോക്കിക്കോന്ന്, ബാധിക്കും. സൈബർ ബുള്ളിങ് നീ നേരിട്ടിട്ടുണ്ടോ? ഉണ്ടോ? നീ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ഇതുകൾ നീ കേട്ടിട്ടുണ്ടോ? ഇത്ര ദേഷ്യപ്പെടാതെ കൂളാകുക ചേച്ചി. എല്ലാവരും എല്ലാം അറിയാം, ചിലത് അധികം നാം നിൽക്കില്ല. ദേഷ്യപ്പെടുന്ന അല്ലടേ. അപ്പം ഞാൻ രാവിലെ തൊട്ട് കുറേ നേരിട്ടിരുന്ന നീ വേണ്ട, ഇത് പറയണ്ട, നമുക്ക് മൈൻഡ് ചെയ്യണ്ട, ലെറ്റ് ഇറ്റ് ബി. ഓരോരുത്തർക്കും ഓരോ തോന്നലുണ്ടല്ലോ, അവരങ്ങനെയാണ്, അവർ തിരുത്താനാകത്തില്ല. സോ ഫൺ മൂഡിലെടുക്കാം. പക്ഷെ ഞാൻ ഓർത്തു ഇത് അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ? ഇത് കുറേ ദിവസമായി അവിടെയും ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇട്ടൊരു കുത്തുണ്ട്. ഇത് ഞാൻ കാണുന്നെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്താൽ വിട്ടേനെ. ഇത് കണ്ടിട്ട് പലരും വന്ന് നമുക്കിത് ചേച്ചി ഇത്രാമത്തെ മിനിറ്റിൽ ഇത്രാമത്തെ സെക്കൻഡിൽ ചേച്ചിയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിടുമ്പോഴാണ് നമ്മളിത് കയറി കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ വശമായി ആദ്യത്തെ വെരി ബിഗിനിങ്ങിൽ എനിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ വിട്ടു. ഇനി ആ വശത്തേക്ക് ഞാൻ നോക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ മറ്റേത് കൊണ്ടുവന്ന് എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയറും ചെയ്യും കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ കൊണ്ടുവന്ന് അത് ഷെയറും ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാനതങ്ങ് വിട്ടു. ഇപ്പോൾ അവരത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു പോർഷനെ നോട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളിത് കാണാല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ദിവസം കൊണ്ട് അഡിക്റ്റഡ് ആണ് ബിഗ് ബോസിന്. ഇന്നത്തെ ഭയങ്കര ബോറിംഗ് ബിഗ് ബോസ് ആയിരുന്നു, ഭയങ്കര ബോറിംഗ് ബിഗ് ബോസ് ആയിരുന്നു. ഞാൻ ബിഗ് ബോസ് എന്ന് ക്യാപ്ഷൻ ഇട്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാനല്ലോ വന്നത്. എനിക്ക് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ബിഗ് ബോസിനെ പറ്റി ഒരു റിവ്യൂ ഞാൻ കുറച്ച് കഴിഞ്ഞിടാം. ഒരു 2 hours കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈവിൽ വന്നിട്ട് അതിനെപ്പറ്റി ഇടാം. ഇപ്പോൾ ഇതേ പറയാനുള്ളൂ. നിങ്ങളുടെ കമൻസ് വായിക്കാനുള്ള മൂഡില്ല, എന്നാലും നോക്കട്ടെ. മാഡം, എൻ്റെ ഹസ്ബൻഡിന് മാഡത്തെ ഫോണിൽ ലൈവ് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഹർഷിത, വിളിക്കാം. ഉച്ചയ്ക്കാവട്ടെ. ഞാൻ കണ്ടില്ല കേട്ടോ മോളെ, സോറി. യെസ് ചേച്ചി, ഒരു ഫെയിമിന് അല്ല ചെയ്യുന്നത്. ഒരു യൂട്യൂബ് ചാനൽ പോയപ്പോൾ ചേച്ചി ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡായിരുന്നു. കറക്റ്റ് ട്രിനിവർ. പുതിയ പ്രമോ ഗബ്രി ജിൻഡോ ഔട്ടായോ? അയ്യോ, അവർ 2 ഔട്ടായോ? അയ്യോ, അത് വേണ്ടായിരുന്നു. ഗബ്രി ഔട്ടായോ?
ഗബ്രി അങ്ങനെ ഔട്ടാവൂലല്ലോ. അയ്യോ ജിൻഡു ഔട്ടായോ? ജിൻഡു ഫേക്കായിരുന്നു. തെറി വിളിക്കാതെ പിന്നെ ചുംബിക്കണോ? ഒരു പെണ്ണിനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ഒരു അമ്മയെ, ഭാര്യയെ, പെങ്ങളെ, മകളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അപ്പോഴേ തിരിച്ച് തെമ്മാടിത്തരം പറഞ്ഞേക്കണം. അസ്ലയ്ക്ക് ജാസ്മിനെ തകർക്കാൻ അവൾ എല്ലാം മിറ്റാക്ക്. അത് അത്രേ ഉള്ളൂ. അസ്ലയും തന്നു, ജാസ്മിനും തന്നു. അവർ പരസ്പരം തകർക്കണമെന്ന് ചിന്തിച്ചവരാണ് രണ്ടുപേരും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഷെഫീനെ വിളിച്ച് കണ്ണാജി വിളിച്ച് വീട്ടിൽ പോയ ചാപ്പാട് തന്ന സർപ്പം ദൈവത്തിന്റെ കോടതിയിൽ നശിക്കും. ഷെഫീനയോടാ കളി. അല്ല പിന്നെ കട്ടിലുമായി ഷെഫീന ആണുങ്ങളെ ഒപ്പിച്ചു. അപ്പ വിളിക്കാൻ പോയില്ല. ഓ അർഷിതയുടെ ആര്യ ചേച്ചി, ഹൂം യു ടാക്കിങ് അബൌട്ട്? അവർക്ക് മനസ്സിലായിക്കൊള്ളൂ. ഇത്തയുടെ മക്കളുടെ അപ്പനെ തിരക്കാൻ ആവേശം കാണിക്കുന്ന കൊടിച്ചുകൾ ലോഡ്ജിലും റിസോർട്ടിലും ടൗണിലും പൊക്കി കാണിക്കാൻ നടക്കുക. ഷെഫീനയുടെ കൂടെ ആയി മോനോ എന്തടാ എന്തോക്കളെ വാട്ട് എന്തേ സീരിയസ്? അയ്യോ എന്തു പറ്റി മക്കളെ? അപ്പനില്ലേ മക്കളെ? കണ്ടന്റ് ആണ് കണ്ട. പിന്നെ അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ ഷെബി. ഓക്കെ റേമ, ഇറ്റ്സ് ഓക്കെ. ലീവനാണ് എൻ്റെ അടുത്ത് വന്നത് പറയരുതെന്ന്. പക്ഷെ എനിക്കറിയത്തില്ല. പവറേട്ടാ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സോറി പവർ എണ്ണോയ്. ചേച്ചി അറ്റ്ലീസ്റ്റ് ഓൺലൈനിൽ ഇരുന്ന് അതും അനിച്ച് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. ചേർന്ന് അവരുടെ അന്നം മുടക്കിയെങ്കിൽ നീയെല്ലാം നശിക്കും. ദൈവത്തിന്റെ കൂലി നിന്റെയൊക്കെ മക്കൾക്ക്. ഇങ്ങേര് ഭയങ്കര ശാപം കേട്ടോ അർഷിത. കടപ്പുറം നീ തിന്നു തൂരാൻ ഉടുക്കുന്ന ട്രിപ്പ് പോകാൻ ചെന്നവൾ നീയും ചെന്നായ. ചേച്ചി അറ്റ്ലീസ്റ്റ് ഓൺലൈൻ ഓക്കെ. ഈ ഇത്തയെ വേശ്യ എന്ന് വിളിക്കാൻ നീയെല്ലാം ഒന്നിച്ചു നിന്നു. അവരുടെ 2 ആൺമക്കളെ കണ്ടവന്റെയൊക്കെ അധ്വാനത്തിലല്ല അവർ വളർത്തുന്നേ. കണ്ടവന്റെ എച്ചിൽ നിന്ന് മക്കളെ വളർത്തുന്ന കുടിച്ചികൾ. പേടിക്കാൻ പേടിക്കണം ലൈഫെ. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പേടിക്കണം. അവരെല്ലാവരും പറയണായിട്ടില്ല, ഞാനല്ല പെട്രാ ബോക്സാ പറയണേ പേടിക്കണമെന്ന്. ജാസ്മിനെ പേടിയാണ് ചേച്ചി ഇവന്മാർക്കെല്ലാം. കറക്റ്റാണ്. ഇപ്പോൾ വീഡിയോ ഇടുന്നവന്മാരൊക്കെ നാളെ അവൾ വരുമ്പോൾ പേടിച്ച് സോറി ഇടും. അതാണ് സോറി വീഡിയോ ഇടും. ശരിക്കും ഗബ്രി പോകുമോ? അയ്യോ അത് ശരിയാണല്ലോ. കട്ടിലുമായി ഷെഫീനെ ആണുങ്ങൾ ഒപ്പിച്ചു. അതാണ് കട്ടിലും ചുവന്നുകൊണ്ട് കിടന്നു. എൻ്റെ അപ്പൻ എവിടെ? എൻ്റെ കൊച്ചിൻ്റെ അപ്പൻ എവിടെ? എൻ്റെ നാക്ക് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ നാക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് തൂര് കളഞ്ഞ്. എന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ അപ്പൻ ഇറങ്ങിപ്പോയി. ഹർഷിത ആദർശ് ഇതെല്ലാം ബിഗ് ബോസിൽ അയക്കണം. ചേച്ചി ഹൂം യു ടോക്കിങ് അബൌട്ട്? ആദർശ് നിന്റെ അമ്മയുടെ കൂടെ വന്ന 100 പേരുടെ നിന്റെ തന്ത. യോ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവനാണല്ലോ. അതിനിപ്പോൾ എന്ത് ഷെഫീന? അതിനിപ്പോൾ ഗുണ്ട. ഇതാരെയാ പറയുന്നത് ചേച്ചി? കുറച്ച് ലേറ്റായിപ്പോയി. സാരല്ല കളെ. സ്കൈസിനെയാണ് ചേച്ചി ഫസ്റ്റ് വീഡിയോ ചെയ്തത്. ജാസ്മിനെ ചേച്ചി അറ്റാക്ക് ചെയ്തില്ലായിരുന്നു. കറക്റ്റാണ്. ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഇവ ചുമ്മാ ഇരുന്നങ്ങ് പറയുകയാണ് കേട്ടാ. ആളെയൊന്നും പറയാനൊക്കത്തില്ല. കാം ഡൗൺ, വി ആൾ ആർ വിത്ത് യു. താങ്ക് യു സോ മച്ച് അനുശ്രീ. ഇത് യൂട്യൂബറുടെ ഏതാ യൂട്യൂബറാ ഇത്തായ പറയാ? മീ ടു തിങ്കിങ് സെയിം. അമ്മോ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് അസ്ല ആൻഡ് കടപ്പുറം. കറക്റ്റ്. കാം അവർ രണ്ടുപേരും ഡീസൻ്റായി. നല്ല കാര്യം. എന്നെങ്കിലും വെളിയിൽ വരുമല്ലോ. മോനെ കാണുമ്പോൾ അറിയാം അമ്മ വളർത്തിയതിൻ്റെ ഗുണം. എനിക്കും അവനെ വലിയ ഇഷ്ടമാണ്. താങ്ക് യു പുഷ്പലത. കാമായി. എക്സാക്ട്ലി. കൊടുക്ക് ചേച്ചി വയർ നിറയട്ടെ. അത്ര തന്നെ. സായി ബീബി കയറിയില്ലേ? കയറിയില്ലേ? എനിക്ക് സായി കയറണം. അവൻ അതിനകത്ത് കയറിയാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ മൂല്യം മനസ്സിലാകുള്ളൂ. ബിബി ഹൗസിൽ സായി സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും അല്ലേ? നമുക്ക് ഷായിയുമായിട്ട് പ്രശ്നമുണ്ടാകും. അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത്. ഇനി അവൻ്റെ കൂടെ എനിക്കൊരു ദേഷ്യമില്ല. അപ്പോൾ അതിനകത്ത് വേണം. അവൻ ജാസ്മിൻ്റെ കൂടെ ചേർന്നാൽ ഉറപ്പിച്ചോ നീ കൊടുത്തിരിക്കും. നിർത്തരുത് ഷെഫി. മറുപടി പറയേണ്ടവരോട് പറയണം. ചേച്ചിയെ കിട്ടിയാൽ ഞാനിപ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തറ്റും. ശരി മക്കളെ.
അയ്യോ ചാനൽ നിർത്തരുതേ ചേച്ചി. ഉച്ചയ്ക്ക് ഒരു നെഞ്ചുവേന ഉണ്ടായി, ഇപ്പോൾ കുഴപ്പമില്ല. നെഞ്ചുവേന ഗ്യാസ് ആയിരിക്കും. മാല വാങ്ങിച്ചാൽ എവിടെ കൊണ്ട് തരും? ഇന്ന് പൊട്ട് വെച്ചില്ല. മാലയൊക്കെ വാങ്ങിച്ചു തരാൻ എത്ര പേര്. ഹായ് ഷെഫി, ചാനൽ നിർത്തരുത് കേട്ടോ. ഇത്ര ദേഷ്യപ്പെടാതെ ചേച്ചി കൂളാകൂ. എല്ലാവർക്കും എല്ലാം അറിയാം. ആരെങ്കിലും എന്തെങ്കിലും ഞാൻ നിർത്താൻ പോകുന്നത്. ആർക്കും അവരവരുടെ കാര്യം നോക്കാൻ തരില്ല. ജിനു കോട്ടയം, ഹായ് 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 ഹായ്. യാനി മനപ്പൂഞ്ഞാഞ്ഞ അവളെ കാണുമ്പോൾ എനിക്ക് ആ പാട്ടാ ഓർമ്മ വരുന്നത്. വീണയെ കാണുമ്പോൾ അതെന്തോ കളെ നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പാട്ട് ഓർമ്മ വരുന്നത്. ചൂടാവണ്ട വിട്ടുകള ഷെഫി. മല പൂഞ്ചോല പടിയാണ് തണുക്കും. എന്തെല്ലാം നടക്കുന്ന ഈ കൊച്ചു ലോകത്ത്. ആ കൊച്ചു ലോകോ തീപ്പെട്ടി കൂടുപോകോ. ചേച്ചി മുല്ലപ്പൂവിനെ മോഹൻലാൽ വറുത്ത് കോരുന്നുണ്ടല്ലോ. അത് ഞാനും കണ്ടായിരുന്നു. വറുത്ത് കോരണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പില്ലാത്ത ആഹാരം അവർക്ക് കിട്ടിയത് മുല്ലപ്പൂ വഴിയാണെന്നുള്ള അറിവ് നിസ്സാര പ്രോബ്ലം അല്ല അടുത്ത ആഴ്ച ഉണ്ടാക്കാൻ പോണത്. കൊന്ന് കലവിളിക്കും എല്ലാവരും കൂടെ. നാളെ മുതൽ ചേച്ചിക്ക് സീക്രട്ട് ചാകരയാണല്ലോ. മുല്ലപ്പൂവിൻ്റെ സ്വന്തം കാക്ക. ബാനു പൊട്ടത്തി. എന്ത് ചെയ്യാനാടാ, പൊട്ട് വെച്ചാൽ പൊട്ടത്തിയാവും അല്ലേ? സാരല്ല. കഴിഞ്ഞ കമന്റ്സ്. നീ കമന്റ്സ് ലോക്ക് ചെയ്താടാ? ഓ അതാണ് കമന്റ്സ് ഇല്ലാത്തത്. അല്ല, ഇന്നലത്തെ സീൻ നിങ്ങൾ കണ്ടായിരുന്നോ? ജയിലിൽ കിടക്കുമ്പോൾ പ്രണയ നിലാഹ മധുര നിലാഹ. ഇവന്മാർക്ക് ദേഷ്യം വരുന്നേട്ടാ. 24 മണിക്കൂർ ഞാൻ ബിഗ് ബോസ് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ബിഗ് ബോസ് ആണ് മെയിൻ. ബിഗ് ബാസ് കാലത്തെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഇവിടെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് വാർത്ത കണ്ടിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? ലക്ഷം ന്യൂസ് ഒന്നും കാണുന്നില്ല, മൊത്തം ബിഗ് ബോസ്. രാവിലെ ബിഗ് ബോസ്, ഉച്ചയ്ക്ക് ബിഗ് ബോസ്, രാത്രി ബിഗ് ബോസ്. ഈ പ്രായത്തിൽ അമ്മയെ ചേർത്ത് കവളിൽ ഉമ്മ തരുന്ന മകനെ ഒത്തിരി ഇഷ്ടം. ഈ അമ്മയോട് ബഹുമാനം. താങ്ക് യു ലച്ചൂസ്. പ്രായമൊക്കെ ഉണ്ട് അമ്മ വയ്ക്കാൻ. ബാനു എടി എന്തിനടി നീ ഇത് എംബോസിഷൻ എഴുതുന്ന അടി പൊട്ടത്തിന്ന് എഴുതി വയ്ക്കളെ. കുറച്ചുകൂടെ എഴുതി വയ്ക്ക്. ഇന്നത്തെ ഇതിനകത്ത് നീ അടിവസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നാറ. അതെന്തിനാടേ ചോദിക്കുക? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് പോലും മനസ്സിലായിരുന്നു. ജാസ്മിൻ എന്തായിരിക്കും നോറയോട് അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോന്ന് 2 പ്രാവശ്യം വന്ന് ചോദിച്ചത്. പിന്നെ ടെൻഷൻ. ഇന്നിപ്പോൾ ഉറങ്ങി. എന്നാൽ രാത്രി ഉറങ്ങാത്തത് ഇപ്പോൾ ഉറങ്ങി. പട്ടി ഇപ്പോൾ കുരച്ചിട്ടുണ്ടാവും. ഞാൻ വരുമ്പോൾ അവള് ഇങ്ങനെ മെങ്ങി പോകുന്നുണ്ടായിരുന്നു. മിക്കവാറും ഇന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നതായിരിക്കും. മോനെ കണ്ടല്ലോ. ഉണ്ട് എടാ ഇടുവേടാ. താടി വെട്ടാൻ പറഞ്ഞിട്ട് കേൾക്കാതെ താടി വളർത്തിക്കൊണ്ട് നടക്കുന്നു. പിന്നെ എടാ മതിയാക്കോടാ. ഇവന് ജാസ്മിൻ ഉപയോഗിക്കുന്ന ക്രീം ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. വെളുക്കട്ട് കറുത്ത് വരികയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കേട്ടാ ചിരിപ്പൂല ഈ കഴുത്തിലെ കറുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചിരിപ്പൂല എന്തെങ്കിലുമൊക്കെ സ്ക്രബൊക്കെ ഇട്ടൊന്ന് ഒന്ന് വെളുപ്പിച്ച് ചേർത്ത് ഇത്തിരി കഴിയുമ്പോൾ നോക്കുമ്പോൾ ചെടീരെ മൂട്ടി പോയി നിൽക്കും. അതും ചെടിക്ക് വെയിൽ എവിടെ കിട്ടുന്ന ആ ഭാഗത്ത് തന്നെ പോയി ടാർഗറ്റ് ചെയ്ത് നിൽക്കും. എങ്ങനെയില്ല ആ വെയിൽ കിട്ടുക, ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ വെളുപ്പിച്ചെടുത്ത ഭാഗം കറുപ്പിക്കുക. അതാണ് അവൻ്റെ ഒരു ടേം. അതാണ് ഞാൻ മടുത്തവനെ. ഞാൻ ഇപ്പോൾ വിടും. ഇപ്പം പിന്നെ പണ്ടൊക്കെ ഞാൻ ഇച്ചിരി മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. കൊച്ചിത്തിരി വെളുക്കെട്ടെന്നൊക്കെ വെച്ചിട്ട് മഞ്ഞൾ തേച്ചാൽ വെളുക്കും. മഞ്ഞളും പാലും കൂടെ മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ കൊച്ചു വെളുക്കുന്നു. അവസാനം തേച്ചെടുത്തെല്ലാം ഒരുമാതിരി കരികരികരാന്ന് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തി. ആ മഞ്ഞൾ തേപ്പ് ഞാൻ അങ്ങ് നിർത്തി. പിന്നെ ഇതെന്തോ ആ രോമക്കാടല്ലയോ, എന്തൊരു താടിയായി ചേർക്കെനിക്ക്. താടിയും മീസയും. ഗബ്രിയും നോറയും ഒറ്റയ്ക്ക് വിട്ടാൽ അവൾക്ക് ഉറക്കം വരില്ല. അവളെ പോലെയാണ് നോറയും തോന്നി കാണും. ചേച്ചി റെസ്പെക്റ്റ് മാത്രം. അപ്പം ശരിയാ, പിന്നെ കാണാം. ടാറ്റാ. ഞാൻ പോട്ട് മണി 1 മണിക്കൂറായി. ഞാൻ പോയി ബിഗ് ബോസ് കാണട്ടെ. ബാക്കി ബിഗ് ബോസ് കാണണ്ടേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ചട്ടിത്തലേനോട്? നീ ഒരുപാട് കാണുന്ന ഒരുത്തനാണല്ലോ അവൻ. അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ച് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിത്തെറിച്ച്. മോനെ കണ്ട് എനിക്ക് വലിയ ഇഷ്ടം. താങ്ക് യു പുഷ്പലത. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ. സ്നേഹമുള്ള അമ്മയും മോനും. മരിക്കും വരെ ഇങ്ങനെ തന്നെ ആകട്ടെ. വെളുപ്പിൻ്റെ കാര്യമൊക്കെ കടപ്പുറം ഇട്ടിട്ടുണ്ട്. ആണോ?
അതെന്ത് പറ്റി? എൻ്റെ കൊച്ചു വെളുത്തിട്ടല്ലേ? ആ ക്രീമല്ലേ, അത് ഇവ ഉപയോഗിക്കത്തില്ലടേ. ഞാനത് ഓൺലൈനിൽ കണ്ടിട്ട് ഈ കഴുത്തില്ല, നമ്മളെ ഈ കഴുത്തിൽ ഒരു കറുപ്പ് വരും കണ്ടോ, ഈ ഭാഗത്തൊരു കറുപ്പ് വരും. അത് നമ്മൾ ശരിക്ക് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഈ ഭാഗം കറക്കും. അപ്പോൾ അവനവിടെ ഭയങ്കര കറുപ്പാണ്. അപ്പോൾ അത് പ്രശ്നമാണത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രീം ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു വേറൊരു സാധനമുണ്ട്, ഇങ്ങനെ എന്തിനാ സിറിഞ്ചിലും കണ്ടുപിടിക്കുന്ന ഒരു ക്രീമാണെന്ന് തോന്നുന്നു. ആ സാധനം സെറം. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു സെറോ, ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. ഒരു സെറം വന്നായിരുന്നു. ആ സെറം ഉണ്ടായിരുന്നു, അതാണ് ആ കൊച്ചു എടുത്തോണ്ട് പോയതല്ല, ഞാൻ കൊടുത്തതാണ്. എടുത്തോണ്ട് പോയതെന്നൊന്നും പറയണ്ട. അപ്പോൾ ഉപയോഗിക്കത്തില്ല, നിനക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകുന്നുണ്ട്, അത് എടുത്തോണ്ട് പോയതാണ്. അത്രയേ ഉള്ളൂ. അത് വലിയ കാര്യമാക്കണ്ട. കൊടുത്തത് തന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് കലിയടുപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ തന്നെയാണ് അത് കൊടുത്തത്. കുറേ തുണിയും കുറേ ഡ്രസ്സും ഒരു പെട്ടിയും ഒക്കെ ഞാൻ കൊടുത്തത്. പക്ഷെ ആ പെട്ടി എനിക്ക് തിരിച്ചു വേണമെന്നുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് അല്ലേ മക്കളെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പോക്കുവരത്തിന് ഉപയോഗിച്ചൊരു പെട്ടിയാണ് അത്. ഫൈബറിൻ്റെ ഒരു നാശവും വരാത്ത പെട്ടിയാണ്. ബാക്കി പോട്ടടെ, ഇറ്റ്സ് ഓക്കെ. തീ പിടിച്ച് സാധനം നഷ്ടപ്പെട്ടു, നമ്മളെന്ത് ചെയ്യും? കടലമാവും മാനുവലി ചേർത്ത് കഴുത്തിൽ ഇട്ടാൽ, കടലമാവും മാനുവലി ചേർത്ത് കഴുത്തിൽ ഇട്ടാൽ മതി, കറുപ്പ് പോകും. ട്രൈ ചെയ്താലാടാ. നോക്കാം കേട്ടാ, ഞാനതൊന്നും ഇട്ട് നോക്കട്ടെ. ഇവന്റെ സ്കിന്ന് എൻ്റെ പരീക്ഷണ പത്രമാണ്. ഇവൻ പെണ്ണെട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ എൻ്റെ പരീക്ഷണങ്ങൾ മുഴുക്ക ആ പെക്കൊച്ചിട്ട് തലയിലായിരിക്കും. അതുവരെ ഞാൻ ഇവനെ ഒരുക്കിക്കൊണ്ട് നടക്കും, അത്ര തന്നെ. എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും സഹിക്കാൻ വേണ്ടി എനിക്ക് 2 പിള്ളേർ. ഞാൻ എന്ത് ഉണ്ടാക്കി കൊടുത്താലും തിന്നിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറയും. ചുമ്മാ അറിയണമെന്ന് എനിക്കറിയാം, പക്ഷെ നല്ല ടേസ്റ്റാന്ന് അറിയില്ല മക്കളെ, സത്യമായിട്ട്. ഞാൻ ഭയങ്കര കുക്കിംഗ് ആണെന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ വേറെ ആരും അത് പറയാറില്ല. അതെന്താണ് എന്തോ. മഞ്ഞൾ, കടലമാവ്, മഞ്ഞൾ തേക്കാൻ ഒക്കത്തില്ല, അവൻ്റെ ഡ്രൈ സ്കിന്നാണ്. അവനത് പരത്തില്ല, ഡോക്ടർ വിലക്കിയിട്ടുണ്ട്. മഞ്ഞൾ തേച്ച് കൊടുക്കരുത്, അങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. സൂക്ഷിക്കൂലടേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ സൂക്ഷിക്കണ്ടായോ? ഇത് അമ്മ ആണ് ചെയ്യണ, പാവം കഷ്ടം, അവരിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തരണം, നമ്മളിതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ തോന്നണ്ടേ? ഡസ്റ്റ് അലർജി ഉണ്ട്, അപ്പം അതിനനുസരിച്ച് ഒന്ന് ചെയ്യണ്ടേ? ഒരു ജാസ്മിൻ്റെ വേറൊരു പതിപ്പാണ് അവൻ. ഒരു വകയും പറഞ്ഞാൽ അനുസരിക്കത്തില്ല. കുളിക്കാൻ പറഞ്ഞാൽ പോയി 2 വട്ടം കുളിച്ചിട്ട് വരും. കുളിച്ചാൽ മാത്രം മതിയാവുമോ? നമ്മൾ ഫേസൊക്കെ ഫേഷ്യൽ ചെയ്യണം. അത്യാവശ്യം നമ്മൾ ഫേസ് എപ്പോഴും നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ പല്ല് വെച്ച ഉടനെ നമ്മൾ മുഖം സോപ്പിട്ടൊക്കെ കഴുകണം. അപ്പം ഒരുപാട് ഡസ്റ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴുകി കളയണം. കുറച്ച് വൃത്തിയായിട്ടൊക്കെ നടക്കണം, എപ്പോഴും മോക്കപ്പൊക്കെ ഇട്ട് നടക്കണം. അതൊന്നും അല്ല, കുളിക്കുന്നത് മാത്രമാണെന്നാണ് അവൻ്റെ ഒരു വിചാരം. കുളിയാണ് അവൻ വിചാരിക്കുന്നത് മമ്മിയുടെ വൃത്തി. അതിപ്പം ബഹളം വെക്കുന്നോണ്ട് പോയി കുളിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു സ്നേഹിക്കണ്ടേ? ആഴ്ച ഒരിക്കലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ വാരി പൊത്തണ്ടേ? തൈര് ഒക്കെ അല്ലേ? ഇവിടെ തന്നെ എനിക്ക് അടി കിട്ടും. ജാസ്മിൻ്റെ കൂടെ ഇല്ലല്ല, അത് വായിൽ അറിയാതെ വന്നു പോയതാണ്. ഞാൻ അത് പറയല്ല, എനിക്ക് ഒരുപാട് തെറി കേട്ടൊരു വിഷയമാണത്. ഞാൻ ഒരുപാട് വഴക്ക് കേട്ടൊരു വിഷയമാണ്. സത്യമായിട്ടും അവളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ആകും അത് ഞാൻ ഇവൻ പറയല്ലേ. ഞാനത് എപ്പിസോഡായിട്ട് ഇട്ടെന്ന്, പിന്നെ എപ്പിസോഡായിട്ട് ഇട്ട് കഴിച്ച് പോടാ മാറി. എപ്പിസോഡായിട്ട് ഇട്ട് നിന്റെ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. എപ്പിസോഡ് ഇടാൻ നടക്കുകയല്ലേ ഞാനായിട്ട്. എനിക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ല. നല്ല അസൂയാണ് ചെറുക്കനിക്ക്, പക്ക അസൂയാണ്. അല്ലെങ്കിൽ ഇവര് സായിയുടെ തലയിൽ കയറുന്നതാണൊക്കെ എൻ്റെ തലയിൽ കയറുന്ന എന്തിനാണ്? ഞാനാണെങ്കിൽ ആണ്ടില്ല സംക്രാന്തി. ഇപ്പം ഞാനിപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ കിടന്ന് എൻ്റെ പഴയ വീഡിയോസ് എടുത്തുകൊണ്ടൊന്നും ഇടുന്നതാണ്. സമയമില്ല, മറ്റേ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. അല്ല, ഈ വീഡിയോസൊന്നും ഇപ്പോഴും ഇടുന്നതല്ല, പണ്ടത്തെ വീഡിയോസാണ്. 1 വർഷം മുമ്പുള്ള 2022 വീഡിയോയൊക്കെയാണ് കൊണ്ടുവന്നിടുന്നത്. മെന്നിൽ നല്ല കുട്ടി TVയും നോക്കാം. ആദ്യം അവൻ്റെ കരിയർ ഒന്ന് സെറ്റാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാം. 30 വയസ്സൊക്കെ ആവട്ടെ, സമയമായില്ല. അവനെ കെട്ടിക്കണം. അവനെ കെട്ടിച്ചു കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് കാശിക്ക് പോവാൻ. കല്യാണപ്രായമായ കെട്ടിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും കൂടെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തേനെ. ഇവനെ കെട്ടിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവനെ കല്യാണത്തിന് നിർബന്ധിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചാഞ്ഞ് പിടിക്കുക, അവനെ ഒന്ന് കെട്ടിച്ചു കൊടുക്കണം. എത്രയും പെട്ടെന്ന് അവനെ കെട്ടിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് കാശിക്ക് പോവാൻ. ഇതിനെയാണ് ഞാൻ കെട്ടാൻ ആലോചിച്ചത്. കഷ്ടം തന്നെ, എന്തുവാ പറയാൻ. എന്താണ് വിനീത സുധീർ, നിനക്ക് എത്ര ദേഷ്യം വന്നത്? പട്ടി അടിച്ചതിനാ? ശരി, നിങ്ങൾ ഇത് വേറെ ആർക്കും കമൻറ്റ് ഇടാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ് നിങ്ങളെ കമൻറ്റ്സ് വരുന്നത്. പോയി കമൻറ്റ് ഓപ്പൺ ചെയ്യണം. പോടാ. ഓപ്പൺ ചെയ്ത് തരൂല. ഇനി 2ാമത് വരുമ്പോഴത്തേക്കും കമൻറ്റ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അവൻ കമൻറ്റ് ഓപ്പൺ ചെയ്ത് തരത്തില്ല. അത്ര പക്ക പൊക്കത്തരല്ല എഴുതിയിടുന്നേ, അതുകൊണ്ടാണ്.
അല്ലെങ്കിൽ ആ കൊച്ചത് ഓപ്പൺ ചെയ്ത് തന്നേനെ. എന്നിട്ട് നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണം. ടി വി ഒന്ന് നോക്കട്ടെ. അയ്യോ മാല വാങ്ങിച്ചയച്ചാ മര്യാദക്ക്. അമ്മ എവിടെ? അമ്മയെ കാണുന്നില്ലല്ലോ. അമ്മ നടക്കാൻ പോയി കാണും കേട്ടോ. സമയം അമ്മയെ കാണാനില്ല. അമ്മ രാവിലെ എൻ്റെ അടുത്തൊരു മെസ്സേജ് ഇട്ടിട്ട് അമ്മയെ കാണുന്നില്ല. അമ്മ കമ്മൽ പഴയതല്ല, പുതിയതൊക്കെ ഓക്കെ ആയി. ഇനി മാല വാങ്ങിച്ചയച്ച. കമ്മല് മാല നിർബന്ധിക്കണ്ട ചേച്ചി. മോനെന്ന് തോന്നുന്നോ അന്ന് കെട്ടട്ടെ. പോട്ടെക്കളെ. നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നമ്മളുടെ ഉത്തരവാദിത്തമല്ലേ. നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവത്തില്ലേ? നമ്മളത് നിർബന്ധിച്ചോട്ടെ. നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നമുക്ക് തരിക. അവസാനം ഇളയവൻ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുവരും. അപ്പോൾ ഇവൻ വാങ്ങിക്കേറി നോക്കി നിൽക്കും. അവനാണെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പോഴേ ഉണ്ട്. ശരി കേട്ടോ. പിന്നെ വരാം. പോയി കമൻറ്റ് ഓപ്പൺ ചെയ്യടാ. കമൻറ്റ് വരാതെ ഞാൻ ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? കമൻറ്റ് ഓപ്പൺ ചെയ്ത ഇപ്പോഴേ കെട്ടിക്കണ്ട ചേച്ചി, കുറച്ച് നാൾ കഴിയട്ടെ. ഇല്ലടേ, 30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നീ കമൻറ്റ് ഓപ്പൺ ചെയ്യുമെങ്കിൽ കുറേ തെറി വരും. അപ്പോൾ നമുക്ക് തെറിക്ക് മറുപടി വന്നിട്ടിരിക്കാം. ഇത് ഞാൻ ഇങ്ങനെ വെളുത്തിരിക്കണം. എന്ത് തൊട്ടപ്പം വേറെ രീതിയിൽ വെളുത്തു. ഒരു വകയും പറഞ്ഞും തരത്തില്ല. അതാവുന്നില്ല. പോയി നാശം.